Hi friends, welcome to Build from Zero. നമ്മൾ ഇന്നൊരു പുതിയ ട്യൂട്ടോറിയൽ സീരീസ് ബിഗിൻ ചെയ്യാണ്. ഇതിൽ നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഗോലാങ് എന്ന് ഉപയോഗിച്ച് നമുക്ക് ഒരു ഫുൾ ബാക്ക് ആൻഡ് API ബാക്ക് ആൻഡ് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മെയിൻലി നമ്മൾ പല ടൂൾസ് പരിചയപ്പെടും. ദെൻ ഗോ ഉപയോഗിച്ചിട്ട് എങ്ങനെ API ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്, ഒരു ഇൻഡസ്ട്രി അതായത് നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന ടൂൾസ് എങ്ങനെയായിരിക്കും, എങ്ങനെ നമ്മളൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ ഒരു ബാക്ക് ആൻഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുള്ളതായിരിക്കും നമ്മൾ ഈ ട്യൂട്ടോറിയലിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഗോ ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഗോ ബേസിക്സ് അറിയാവുന്നവർക്ക് ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പുതിയതല്ല, നമ്മുടെ പഴയ ഒരു ട്യൂട്ടോറിയൽ സീരീസ് ഉണ്ട്. ഒരു 16 വീഡിയോസ് നമ്മളതിൽ ചെയ്തിട്ടുണ്ട് ഗോയിനെ പറ്റിയുള്ള ബേസിക്സ്, ഫുൾ മലയാളത്തിലാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോ എന്താണ്, അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സും എങ്ങനെയാണ് ലാംഗ്വേജ്, അതിൻ്റെ സിൻടാക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഉപകാരപ്രദമായിരിക്കും. സോ അതാണ് ഗോയിനെ പറ്റി പറയാനുള്ളത്. ദെൻ ഓഫ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പോണ വെബ് ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ജിൻ ആയിരിക്കും. ജിൻ എന്ന് പറഞ്ഞ വെബ് ഫ്രെയിം വർക്ക് ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഫാസ്റ്റ് API ആൻഡ് ഫ്ലാസ്ക് ഫോർ പൈത്തൺ. നമുക്ക് ഇത് കൂടുതൽ നമുക്ക് APIs ബിൽഡ് ചെയ്യാൻ നേരത്ത് കൂടുതൽ പരിചയപ്പെടാം. സോ നമ്മൾ ഉപയോഗിക്കുന്നത് ജിൻ ഫ്രെയിം വർക്ക് ആയിരിക്കും. ദെൻ പ്രോജക്റ്റ് മാനേജ്മെന്റും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്യൂട്ടോറിയൽസ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യണമെന്ന് ഡെവലപ്പേഴ്സിന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ നേരത്ത് നമുക്കത് മാത്രം അറിഞ്ഞാൽ പോരാ, എങ്ങനെ പ്രോജക്റ്റ് മാനേജ് ചെയ്യും. ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. എങ്ങനെ പ്രോജക്റ്റ് മാനേജ് ചെയ്യും, എങ്ങനെ അജൈൽ ആയിട്ട് ടീംസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ പ്രോജക്റ്റ് മാനേജറിന്റെ പാർട്ട് നമ്മളിവിടെ കവർ ചെയ്യണില്ല. പക്ഷേ ആസ് എ ഡെവലപ്പർ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, നമ്മൾ എങ്ങനെ വേണം ഒരു ഓർഗനൈസേഷനിൽ അജൈൽ ടീമിൽ വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിൻ്റെ ഒരു ഡെവലപ്പറിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മളിതിൽ കവർ ചെയ്യും. കാരണം ഡെവലപ്പറിനെ സംബന്ധിച്ചോളം അതിന്റെ പ്രോജക്ട് മാനേജ്മെന്റ് പാർട്ടിലോട് അധികം പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഡെവലപ്പർ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇതിൽ കവർ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ജിറ എന്ന് പറഞ്ഞ ടൂളാണ്. ജിറ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോജക്ട് മാനേജ്മെന്റ് ടൂളാണ് ഫോർ അജൈൽ ടീംസ്. സോ നമ്മളിതിൽ ഫോളോ ചെയ്യാൻ പോകുന്ന അജൈൽ ഡെവലപ്മെന്റ് മെത്തഡോളജീസ് ആയിരിക്കും. ഓക്കെ, ദെൻ അത് കൂടാതെ നമ്മൾ പല ടൂൾസും ഈ ഒരു ട്യൂട്ടോറിയൽ സീരീസിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അജൈൽ മെത്തഡോളജി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ ഡോക്കർ ഫെമിലിയർ ആവും. ദെൻ CI/CD എന്താണെന്നും, CI/CD ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ഇൻ്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെന്റ്, അതിൻ്റെ ഒരു ഉപയോഗം, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഡെവോപ്സ് ബേസിക്സ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളതിൽ പരിചയപ്പെടും. ദെൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് GitHub ആക്ഷൻസ് ആണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ പരിചയപ്പെടുന്നതായിരിക്കും. ദെൻ പോസ്റ്റ്മാൻ ഫോർ API ടെസ്റ്റിംഗ് ആൻഡ് ഓൾ. ദെൻ ഓപ്പൺ API യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ APIs ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിപ്ലോയ്മെന്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് AWS ആൻഡ് DigitalOcean ആണ്. രണ്ടും എങ്ങനെയാണ് ചെയ്യണത് ഞാൻ ഒന്ന് ഫെമിലറൈസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് അതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ എന്താണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി ജിൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഗോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഫോർ എ ബാക്ക് ആൻഡ് ഡെവലപ്മെന്റ്. അതാണ് നമ്മൾ ഇതിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനുവേണ്ടി ഞാനൊരു പ്രോജക്റ്റ് ഇങ്ങനെ അന്വേഷിച്ചു. അപ്പോൾ ദെൻ എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രോജക്റ്റാണ് സ്കിൽ മാപ്പ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു സിമ്പിൾ പ്രോജക്റ്റ് ആണ്. ബേസിക്കലി ക്രിയേറ്റ്, റിട്രീവ്, ഡിലീറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കും. പിന്നെ ഒരു സെർച്ച് ഓപ്പറേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഡാറ്റാബേസ് വേണം. ദെൻ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിൽ മൾട്ടിപ്പിൾ എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ എംപ്ലോയീസിനും ഓരോ സ്കിൽസ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ സ്കിൽസ് എല്ലാം നമ്മൾ ഓരോ എംപ്ലോയിയുടെ പ്രൊഫൈലിൽ ലിസ്റ്റ് ചെയ്യണം. ദെൻ നമുക്ക് ഒരു സ്കില്ല് വെച്ചിട്ട് ആ ഒരു എംപ്ലോയിനെ കണ്ടുപിടിക്കാൻ പറ്റണം. സോ ഗോ അറിയാവുന്ന എല്ലാവർക്കും ഗോ ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല, ചിലപ്പോൾ പൈത്തൺ എല്ലാവർക്കും അറിയാൻ പാടുണ്ടാവുമായിരിക്കും. സോ നമുക്ക് അതൊന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ആരൊക്കെയാണ് സ്യൂട്ടബിൾ ഫോർ എ പർട്ടിക്കുലർ പ്രോജക്റ്റ് എന്നുള്ളൊരു കാര്യം. സോ അതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബേസിക്കലി നമുക്കിത് അതിൻ്റെ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കൂടുതൽ പോകേണ്ട കാര്യമില്ല. നമ്മളിത് എങ്ങനെ ഉപയോഗിക്കും, ആ ഒരു പ്രോസസ്സിൽ നമ്മൾ കൂടുതൽ ടൂൾസും അതേപോലെ തന്നെ പല കാര്യങ്ങളും പഠിക്കും. സോ അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. നമുക്കിപ്പോൾ ഫസ്റ്റ് തന്നെ ജിറ എന്താണെന്ന് പരിചയപ്പെടാം. അതേപോലെ തന്നെ ജിറയിൽ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ജിറ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് ജിറയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. ഫസ്റ്റ് അതിൽ തന്നെ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് നമ്മളൊരു ലാൻഡിംഗ് പേജിലെത്തി. അപ്പോൾ ജിറ സോഫ്റ്റ്വെയർ അതിൻ്റെ ഒരു ലാൻഡിംഗ് പേജാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ പല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രോജക്റ്റ് മാനേജ് ചെയ്യാനാണ്. പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ആവാം, അതേപോലെ തന്നെ വേറെ എന്ത് ടൈപ്പ് പ്രോജക്റ്റ് വേണമെങ്കിലും ആവാം. മിക്ക ഓർഗനൈസേഷനും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ജിറ. അപ്പോൾ ഇതെന്താണ്, ഏതൊരു കമ്പനിയിൽ നമ്മൾ ചെന്നാലും അവരെന്തായാലും ഇന്റർവ്യൂവിനാണെങ്കിലും ചോദിക്കും അജൈൽ പ്രാക്ടീസസ് അറിയാമോ, അതേപോലെ തന്നെ ജിറ അറിയാമോ എന്ന് ചോദിക്കും. അപ്പം നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബേസിക് ഒരു അവയർനെസ് ഇത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ജിറ എന്ന് പറയുന്നത് ഒരു 2 ടൈപ്പിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻ ഹൗസ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, അതായത് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലൗഡ് യൂസ് ചെയ്യാൻ പറ്റും. ക്ലൗഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ജിറയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാം. ഓരോ കമ്പനികൾക്കും അവരുടേതായ ഇൻസ്റ്റൻസ് അവർ ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ 2 ടൈപ്പിലും യൂസ് ചെയ്യാം. പിന്നെ ഇതൊരു പെയ്ഡ് ടൂളാണ്, ഇത് ഫ്രീ ടൂൾ അല്ല. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പെർ യൂസറിന് എനിക്ക് തോന്നുന്നു ഒരു $8 അങ്ങനെ എന്തോ ആണ് അതിന്റെ പേയ്മെന്റ് വരുന്നത്. അപ്പൊ നോർമലി നമ്മുടെ ഒരു പ്രോജക്റ്റ് മാനേജ് ചെയ്യാൻ നേരത്ത് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും ഫിനിഷ് ആവണം, അതാണ് മെയിൻ കാര്യം. അപ്പൊ ഒരു ഡെവലപ്പറിന്റെ സാലറി വെച്ച് നോക്കി കഴിയുമ്പോൾ ഒരു $8 അല്ലെങ്കിൽ ഒരു $10 അവർക്ക് എക്സ്ട്രാ പേ ചെയ്താലും കുഴപ്പമില്ല, അതിനുള്ള ഒരു ഔട്ട്പുട്ട് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നോർമലി പ്രോജക്റ്റിൽ എങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റ് ആയിരിക്കും ഈ ജിറയുടെ ടൂൾ മാനേജ് ചെയ്യുന്നത്. ക്ലയന്റ് അതിനുള്ള പേയ്മെന്റ് എത്ര യൂസേഴ്സ് ആണ്, എത്ര ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് അവർ മാനേജ് ചെയ്തോളൂ, അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നോ അതിന്റെ ഫീച്ചേഴ്സ് മാത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, അതൊന്ന് ഫെമിലിയർ ആവാത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാനിവിടെ അപ്പോൾ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ ജിറയുടെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. നമുക്കതിൽ എന്താ പറയുക, ഒരു സ്ക്രം എന്ന് പറഞ്ഞൊരു ഫീച്ചർ, സ്ക്രം ബോർഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ കാൻബാൻ ബോർഡ്സ് ഉണ്ട്. നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് സ്ക്രം ബോർഡ്സ് ആയിരിക്കും. ദെൻ അതിൽ ബേസിക്കലി ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഓരോ നമുക്ക് ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. മെയിൻലി നമ്മൾ ടാസ്കുകൾ നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ടു ഡു, ഇൻ പ്രോഗ്രസ്, ഇൻ റിവ്യൂ, ഡൺ, ഇങ്ങനെ പല ഇതിലോട്ട് മാറ്റാൻ പറ്റും. അതൊക്കെ നമ്മൾ എന്തായാലും ഇതിൽ പരിചയപ്പെടും. ഞാനിപ്പോൾ നമുക്കിതിൻ്റെ മെയിൻ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. പ്ലാൻസ് ഉണ്ട്, ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, റിലീസുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, റിപ്പോർട്ട്സ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, ദെൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പ്രൈസിങ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നോർമലി നമുക്ക് 10 യൂസേഴ്സ് വരെ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ ഓരോ യൂസേഴ്സിനും $8.15 വെച്ച് കൊടുക്കണം. അതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 11 യൂസർ ആയി കഴിഞ്ഞാലും നമ്മുടെ ഫ്രീ ലിമിറ്റ് പോയി, ദെൻ നമുക്ക് അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ആനുവലി ആണെങ്കിൽ ഈ ഒരു പ്രൈസിങ് ആണ് അതിന് വേണ്ടി വരുന്നത്. സോ 2 പ്ലാൻസ് ആണ് ഉള്ളത്, ഒന്ന് ക്ലൗഡ് ഉണ്ട്, ഒന്ന് ഡാറ്റ സെന്റർ ഉണ്ട്. ഡാറ്റ സെന്റർ എന്ന് പറയുന്നത് കുറച്ചും കൂടി അഡ്വാൻസ്, ലൈക്ക് ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനീസ് ആണെങ്കിൽ അവർക്ക് കുറേ സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ISO സ്റ്റാൻഡേർഡ്സ് ചിലത് ഫോളോ ചെയ്യണതിൽ നമുക്ക് ചിലപ്പോൾ കമ്പനിയുടെ ഉള്ളിൽ തന്നെ അത് ഡിപ്ലോയ് ചെയ്യേണ്ടി വരും, പുറത്ത് തേർഡ് പാർട്ടി സർവീസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഡാറ്റ സെന്റർ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കസ്റ്റമൈസേഷൻസും അതേപോലെ തന്നെ കമ്പനിയുടെ കുറച്ചും കൂടി ക്ലോസ്ഡ് നെറ്റ്വർക്കിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം സെർവറിൽ തന്നെ ഡിപ്ലോയ് ചെയ്യാം. പക്ഷെ അത് സ്റ്റാർട്ടിങ് ഫ്രം 500 യൂസേഴ്സിലാണ് തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് ആ ഡീറ്റെയിൽസിലോട്ട് പോകണ്ട. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു എനിക്ക് ഓൾറെഡി ജിറ അക്കൗണ്ട് ഉണ്ട്, ഞാനപ്പോൾ അതിലൊരു പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കിവിടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വരും. അവിടെ കാൻബാൻ ഉണ്ട്, സ്ക്രം ഉണ്ട്. ഞാൻ സ്ക്രം ആണ് ചൂസ് ചെയ്യുന്നത്. ഇവിടെ സ്ക്രം എന്ന് പറഞ്ഞാൽ സ്പ്രിന്റുകളായിട്ടായിരിക്കും നമ്മുടെ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ 2 വീക്സ് ലോങ് ആയിട്ടുള്ള ഒരു ഇന്റർവൽ ആണ്. അപ്പോൾ 2 വീക്സ് എന്ന് പറയുമ്പോൾ 5+5 10 വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും. ആ 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും, അതാണ് ഒരു സ്പ്രിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ സ്പ്രിന്റ് വഴിയായിരിക്കും വർക്ക് ചെയ്യുന്നത്. നോർമലി ഓർഗനൈസേഷൻസ് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ കാൻബാൻ ഉണ്ട്, കാൻബാനും ഇതുപോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് സ്പ്രിന്റ് ഇല്ല. ഇപ്പൊ റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പല രാജ്യത്തു നിന്നായിരിക്കും ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഈ സ്പ്രിന്റ് ഫോളോ ചെയ്യണതിൽ നല്ലത് ഓരോരുത്തർ അവരുടെ ടാസ്കുകൾ പിക്ക് ചെയ്യുന്നു, ആ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നു, ഡൺ ആക്കുന്നു, ദെൻ സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യുന്നു, ദെൻ ആ ഒരു ഗിറ്റായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തൊക്കെയായിരിക്കും. അപ്പോൾ കൂടുതൽ നമ്മൾ സ്പ്രിന്റ് എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരുപാട് ഡിസ്കഷൻസിന്റെ ആവശ്യമില്ല. കാരണം റിമോട്ട്ലി വർക്ക് ചെയ്യണം, എല്ലാവരും പല രാജ്യങ്ങളിൽ നിന്നായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് കൂടുതൽ മീറ്റിംഗ്സ് വഴി സമയം വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ. സോ ആ ഒരു രീതിയിലും അത് ഡെവലപ്പ് ചെയ്യാം നമുക്ക്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സ്ക്രം കാണിക്കുക, ബേസിക്കലി രണ്ടും സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ദെൻ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്, ടീം മാനേജ്മെന്റ്, കമ്പനി മാനേജ്മെന്റ്. ടീം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ടീമിന്റെ ഉള്ളിലായിരിക്കും അതിന്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. പക്ഷെ നമുക്ക് വേറൊരു പ്രൊജക്റ്റായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല, അതാണ് മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാനിവിടെ ടീം മാനേജ്ഡ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ അതിനൊരു നെയിം കൊടുക്കാം. ഞാനിപ്പോൾ സ്കിൽ മാപ്പ് തന്നെയാണ് നെയിം കൊടുക്കുന്നത്.
സ്കിൽ മാപ്പ്. ഈ പാർട്ട് മാത്രം കട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ അതിനൊരു നെയിം കൊടുക്കാം, സ്കിൽ മാപ്പ്. ജസ്റ്റ് സ്കിൽ മാപ്പ് ഞാൻ കൊടുക്കുകയാണ്. അതിന് നമുക്ക് പിന്നെ ഒരു കീ കൊടുക്കാം. കീ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇഷ്യൂസ് ആയിട്ടാണ് ഓരോ ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു ടാഗ് കിട്ടും, നമ്മൾ ജിറ ടിക്കറ്റ് എന്ന് പറയും. അപ്പം ഞാൻ ഇവിടെ സ്കിൽ എന്ന് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, സ്കിൽ എന്നാണ് അതിന് ഞാൻ കൊടുക്കുന്ന കീ നെയിം. ഇത് നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഗിറ്റ് ഹബായിട്ട് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ പ്രോജക്റ്റ് കോൺഫറൻസ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ കീപ്പ് ചെയ്യാനുള്ളതാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ അത് ചെയ്യണില്ല. ഓക്കെ, നമുക്കിവിടെ പ്രൊജക്റ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്താണ് ജിറയുടെ ബോർഡ് എന്ന് പറയുന്നത്. ലെഫ്റ്റ് സൈഡിലുള്ള കോളമാണ് ടു ഡു, ദെൻ പ്രോഗ്രസ് ആൻഡ് ഡൺ. ഓക്കെ, ഇത് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഞാനിനി അതിന് മുമ്പായിട്ട് ഞാനിത് എങ്ങനെയാണ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഇവിടെ ഉദ്ദേശം എന്താണ്? ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ആ പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യുക, യൂസേഴ്സിന് അവൈലബിൾ ആക്കണം. അപ്പോൾ അതിൻ്റെ ഹയർ ലെവലിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആദ്യം തന്നെ വേണ്ടതെന്നാണ് ഒരു ഇനിഷ്യൽ സെറ്റപ്പില്ലേ. അപ്പോൾ ഞാൻ ഒരു ഇനിഷ്യൽ സെറ്റപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇതെന്ന് പറയുന്നത് ഇതിന് എപ്പിക് എന്ന് പറയും. ഈ ഒരു ഐക്കൺ എന്ന് പറയുന്നത് എപ്പിക്കിൻ്റെ ഐക്കണാണ്. ഓക്കെ, എപ്പിക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിംഗ് ആണ്. ഗ്രൂപ്പിംഗ് മീൻസ് ഒരുപാട് ടാസ്കുകളുടെ ഒരു ഗ്രൂപ്പിംഗ് ആണ് എപ്പിക് എന്ന് പറയുന്നത് ഹയർ ലെവലിൽ. ഓക്കെ, ഫസ്റ്റ് എപ്പിക് എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റപ്പാണ്. ഇനീഷ്യൽ സെറ്റപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി സെറ്റപ്പ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ബേസിക് നമ്മൾ ഫീച്ചർ ഡെവലപ്മെൻറ്റിലോട്ട് കയറുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ. ഓക്കെ, ദെൻ നമുക്ക് വേണ്ടത് ഒരു MVP എന്ന് പറഞ്ഞാൽ മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ബേസിക് ഫീച്ചേഴ്സ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഫുള്ളി വർക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. അതാണ് നമ്മൾ MVP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറൈറ്റ്, ദെൻ നമുക്കിവിടെ ഇനിഷ്യൽ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ എപ്പിക് എന്നാണ് പറയുന്നത്. ഈ ഒരു ടാഗ് ശ്രദ്ധിക്കുക, ഇതാണ് എപ്പിക്. ഓക്കെ, നമ്മളിനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എപ്പിക്കിൽ ചൈൽഡ് ഇഷ്യൂസ്. ജിറയിൽ എല്ലാത്തിനെയും ഇഷ്യൂസ് എന്നാണ് പറയുന്നത്. അത് എപ്പിക് ആയാലും സ്റ്റോറി ആണെങ്കിലും അതേപോലെ തന്നെ ടാസ്ക് ആണെങ്കിലും സബ് ടാസ്ക് ആണെങ്കിലും എല്ലാം ഇഷ്യൂസ് ആയിരിക്കും. അതിനെല്ലാത്തിനും ഓരോ നമ്പർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നമ്പർ 1 ആണ്. ഞാൻ ഇനീഷ്യൽ സെറ്റപ്പിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ബേസിക് സെറ്റപ്പ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഞാനിത് അസൈൻ ടു മീ. ദെൻ ചൈൽഡ് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ചൈൽഡ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഗിറ്റ് ഹബ് സെറ്റപ്പ് ആണ്, ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി. ഓക്കെ, ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഗിറ്റ് ഹബ് റെപ്പോസിറ്ററി ആണ്. അത് ഞാൻ സ്റ്റോറി ആയിട്ടല്ല ഞാൻ ആഡ് ചെയ്യുന്നത്, ടാസ്ക് ആയിട്ടാണ് ചെയ്യുന്നത്. സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു യൂസർ ലോഗിൻ എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. കാരണം യൂസർ ലോഗിൻ ചെയ്യാനായിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, ദെൻ അതിൻ്റെ API കോൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ബാക്ക് എൻഡ് ഉണ്ട്, ദെൻ അതിൻ്റെ റെസ്പോൺസ് തിരിച്ചു തന്നു. യൂസർ ലോഗിൻഡ് ആയി പേജിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറണം. അത്രയാണ് ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോറിയിൽ മൾട്ടിപ്പിൾ സബ് ടാസ്കുകളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഇതെന്ന് പറയുന്നത് എന്താണ്? ജസ്റ്റ് ഒരു ടാസ്ക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ ടാസ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് ടാസ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു API, ക്രിയേറ്റ് ഫസ്റ്റ് API. ക്രിയേറ്റ് ഫസ്റ്റ് API അതാണ് എൻ്റെ രണ്ടാമത്തെ ടാസ്ക്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഇത് എനിക്ക് ഡിപ്ലോയ് ചെയ്യണം. ഈ ഫസ്റ്റ് API ഞാൻ ഡെവലപ്പ് ചെയ്തു, അതിനെ എനിക്ക് ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ അതാണ് എൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. പക്ഷേ ആ ടാസ്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു സെർവർ കോൺഫിഗർ ചെയ്യണം. അപ്പോൾ അത് ഞാൻ ആദ്യം ആഡ് ചെയ്യാണ്. ഓക്കെ, സെർവർ സെറ്റപ്പ് ഉണ്ട്. ദെൻ ഡിപ്ലോയ്മെൻറ്റ്, ഇനിഷ്യൽ ഡിപ്ലോയ്മെൻറ്റ്. ഓൾറൈറ്റ്, അപ്പോൾ ഇതെല്ലാം ബേസിക് സെറ്റപ്പാണ്. ഞാനിതിൽ എനിക്കിനി വേറെ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാനിത് ജസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്.
അപ്പോൾ നമുക്കിവിടെ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. നമ്മളിതിൽ എപ്പിക്ക് ക്രിയേറ്റ് ചെയ്ത് എപ്പിക്കിൽ സബ് ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, സബ് ടാസ്ക് അല്ല, ടാസ്കുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതാണ് ടൈം ലൈൻ വ്യൂവിലുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ബാക്ക്ലോഗിലോട്ട് പോകണം. ഓക്കെ, ബാക്ക്ലോഗിൽ വന്നാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത സ്കിൽ ആ ഒരു ഇഷ്യൂസ് എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ നോർമൽ ഒരു അജൈൽ ടീമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതെല്ലാം നമ്മൾ സ്പ്രിന്റ് പ്ലാൻ ചെയ്യും. സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 2 weeks നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ ടീം മീറ്റിംഗ് എല്ലാവരും ഉണ്ടാവും. അതിന് സ്ക്രം പ്ലാനിങ് എന്ന് പറയും. പ്ലാനിങ് അതിന് മുമ്പ് ഗ്രൂമിങ് സെഷൻ ഉണ്ടാവും. ഗ്രൂമിങ് സെഷനിലായിരിക്കും ടെക് ലീഡും ദെൻ ഡെവലപ്പേഴ്സും കൂടി തീരുമാനിക്കുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടെക് ലീഡ് ഉണ്ടാവും, പ്രോഡക്റ്റ് ഓണർ ഉണ്ടാവും, ദെൻ ഡെവലപ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, സോ ഈ ഡെവലപ്പേഴ്സ് എല്ലാവരും തീരുമാനിക്കുന്നു എന്തൊക്കെ ടാസ്കുകളാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. പ്രോഡക്റ്റ് ഓണർ അപ്രൂവ് ചെയ്യുന്നു, ദെൻ ടെക് ലീഡും അലോ ചെയ്യുന്നു. ദെൻ അങ്ങനെയാണ് നമ്മൾ അതിനാണ് ഗ്രൂമിങ് സെഷൻ എന്ന് പറയുന്നത്. ഗ്രൂമിങ് സെഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രം പ്ലാനിങ്ങിന് ഇരിക്കുന്നത്, സ്പ്രിന്റ് പ്ലാനിങ്ങിന് ഇരിക്കുന്നത്. സ്പ്രിന്റ് പ്ലാനിങ്ങിന് ഇരിക്കുമ്പോൾ അവിടെ അഡീഷണൽ ആയിട്ട് ഒരാളും കൂടി ഉണ്ടാവും. അതാണ് സ്ക്രം മാസ്റ്റർ എന്ന് പറയുന്നത്. സ്ക്രം മാസ്റ്റർ ആയിരിക്കും എപ്പോഴും ഈ ഒരു മാനേജ് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പ്രിന്റ് പ്ലാനിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ സ്പ്രിന്റ് പ്ലാനിങ് ചെയ്യാൻ നേരത്ത് എല്ലാ ടാസ്കുകളും നമ്മൾ അനലൈസ് ചെയ്ത് ഓരോ ടാസ്കിന് എന്താണ് അതിൻ്റെ പ്രയോറിറ്റി, അതനുസരിച്ച് നമ്മളിത് ഓർഡർ ചെയ്യണം. ഏറ്റവും ആദ്യം ചെയ്യേണ്ട ടാസ്ക് എന്താണ്, ഫസ്റ്റ് ഗിറ്റ്ഹബ് റെപ്പോസ് ചെയ്യണം. നമ്മളിപ്പോൾ ഓൾറെഡി ആ ഓർഡറിൽ തന്നെയാണ്, അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഓർഡർ ചെയ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് എഴുതണം അവിടെ. അതാണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഇപ്പോൾ നമ്മുടെ മീറ്റിംഗ്സിൻ്റെ എണ്ണം കുറയ്ക്കുക, ഡൗട്ട്സ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ നമ്മളിതിൻ്റെ അച്ചീവബിൾസ് എന്താണ്, എനിക്ക് ഒരു ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി വേണം, വർക്കിംഗ് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി. ഓക്കെ, അതാണ് അതിൻ്റെ ഇത്. ശരിക്കും ഇത് ഞാനിപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. നോർമലി നമ്മളൊരു ഇതിൽ വർക്ക് ചെയ്യാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗിവൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. ഗിവൺ ദെൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെ ബിഹേവിയർ ഡ്രിവൺ ഡെവലപ്മെന്റ് എന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഗിവൺ ചെയ്തിട്ടുള്ളത്, ദെൻ എന്തൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ദെൻ നമ്മളൊരു ആക്ഷൻ ചെയ്തു, അതായത് യൂസർ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, ദെൻ എന്ത് സംഭവിച്ചു. അപ്പോൾ നമ്മളൊരു പ്രത്യേക എന്താ പറയുക, നോർമലി ഒരു ഇംഗ്ലീഷിൽ തന്നെയാണ് ഇവിടെ എഴുതി വെക്കുന്നത്. പക്ഷേ ഇതിന് നമ്മളൊരു വേറൊരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു ജിറയിൽ നിന്ന് തന്നെ നമുക്ക് ടെസ്റ്റിനെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. പക്ഷെ അത് കുറച്ച് അഡ്വാൻസ് ടോപ്പിക്കാണ്, നമ്മൾ അതിലോട്ടൊന്നും ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഓൾറെഡി ഇത് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഉദ്ദേശിച്ചത് ബിഹേവിയർ ഡ്രിവൺ ഡെവലപ്മെന്റ്, BDD പറ്റിയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ടാസ്ക്. അത് ഡിസ്ക്രൈബ് ചെയ്തു. അതേപോലെ തന്നെ ഇത് എല്ലാത്തിനും നമ്മൾ ടാസ്ക് എല്ലാം ഡിഫൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രമിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ ടാസ്കിന് എത്രയാണ് ഇതിൻ്റെ എത്ര അവേഴ്സ് ഇത് ചെയ്യാനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണം എന്നുള്ളത് തീരുമാനിക്കും. ദെൻ അതിനൊരു സ്റ്റോറി പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ ആഡ് ചെയ്യും. ഓക്കെ, ഈ പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഫിബൊനാച്ചി സീരീസ് അനുസരിച്ചിട്ടായിരിക്കണം. ഇപ്പോൾ സ്റ്റാർട്ടിങ് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 0.5 ആണ്. ഇതൊരു ചെറിയ ടാസ്ക് ആണ്. 0.5 എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷനിലും ഓരോ രീതിയിലായിരിക്കും. പക്ഷേ ഞാനെപ്പോഴും കണ്ടിട്ടുള്ളത് 0.5 എന്ന് പറയുന്നത് 4 hours വരുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ നമ്മൾ അതിനെ 0.5 എന്നായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ദെൻ ഒരു ഫുൾ ഡേ വേണം, അതായത് 8 hours, അങ്ങനെയാണെങ്കിൽ അത് 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ. ദെൻ 2 days ആണെങ്കിൽ അതിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ദെൻ 3, ദെൻ 5, പിന്നെ അങ്ങനെ കൂടി പോകും. പക്ഷെ അത് എപ്പോഴും ഫിബൊനാച്ചി സീരീസിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മാക്സിമം പറയുന്നത് 13 ആണ്. ഓക്കെ, 5 കഴിഞ്ഞ 8 കഴിഞ്ഞ പിന്നെ 13 എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയൊരു ടാസ്ക്കായി മാറി. ചിലപ്പോൾ ഒരു ഡെവലപ്പർ ആയിരിക്കും, 1-2 ഡെവലപ്പേഴ്സ് വേണ്ടി വരും അത് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പോൾ അതനുസരിച്ചാണ് സ്പ്ലിറ്റ് ചെയ്യണത്. 13 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ചുകൂടി വലുതായി. അങ്ങനെ ഒരുപാട് വലിയ ടാസ്കുകളായിട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതാണ് അജൈലിന്റെ മെയിൻ പ്രിൻസിപ്പിൾ തന്നെ. എപ്പോഴും ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഞാനിത് 0.5 എന്ന് ഡിഫൈൻ ചെയ്തു. ദെൻ ഈ ഒരു ടാസ്ക് ക്രിയേറ്റ് ഫസ്റ്റ് API, ഇതെല്ലാം ഞാൻ 0.5 തന്നെയാണ് ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി കൊടുക്കുന്നത്. ദെൻ സെർവർ സെറ്റപ്പ്, മേബി ഇത് കുറച്ച് കൂടുതൽ ടാസ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1. ഓക്കെ, ഇനിഷ്യൽ ഡിപ്ലോയ്മെന്റ് 1, ഇതെല്ലാം ഞാൻ 1 കൊടുത്തു. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, സ്പ്രിന്റ് പ്ലാനിങ് ഫിനിഷ് ചെയ്തു. ദെൻ ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം സെലക്ട് ചെയ്യുന്നു, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്.
ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിനാണ് ബാക്ക്ലോഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അത് സ്ക്രം മാസ്റ്ററിന്റെ അപ്രൂവലോട് കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മളിവിടെ പുതിയ ഇഷ്യൂസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ബഗ്സ് ആണ് ഈ ബഗ്സ് ക്രിയേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് നമ്മളിവിടെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാനപ്പോൾ ഫസ്റ്റ് സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യാണ്. ദിസ് വിൽ ബി അവർ ഫസ്റ്റ് സ്പ്രിന്റ്. 2 weeks ആണ് നോർമലി. പക്ഷെ 1 week പക്ഷേ അത് പോസിബിൾ അല്ല. 2 weeks തന്നെ കൊടുക്കാം. എല്ലാ സ്പ്രിന്റിനും ഒരു ഗോൾ ഉണ്ടാവും. ഈ സ്പ്രിന്റ് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അതിന്റെ ഔട്ട്കം ആയിട്ട് പ്രതീക്ഷിക്കുന്നത്, അതാണ് സ്പ്രിന്റ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഗോൾ എന്താണ്? ബേസിക് വർക്കിംഗ്, ബേസിക് സെറ്റപ്പ്. ഓക്കെ, ബേസിക് സെറ്റപ്പ് ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ബോർഡിലോട്ട് വന്നു. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ടൈം ലൈനിൽ നിന്നാണ് ദെൻ ബാക്ക്ലോഗിലോട്ട് പോയി, ദെൻ ബോർഡിലോട്ട്. ഓക്കെ, ബോർഡിലെത്തി. ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ടു ഡു ഉണ്ട്, ദെൻ ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഡൺ ഉണ്ട്. സോ നമ്മളൊരു ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇനിഷ്യൽ ഡിപ്ലോയ്മെന്റ്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം ഗിറ്റ്ഹബ് റെപ്പോ സെറ്റപ്പ്. അത് ഞാൻ ഡെവലപ്പറിന് അസൈൻ ചെയ്യാണ് നോർമലി. ഇത് ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് ഞാനിത് എനിക്ക് അസൈൻ ചെയ്തു. ദെൻ ഞാനിത് എപ്പോഴാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഇൻ പ്രോഗ്രസിലോട്ട് മാറ്റണം. ഓക്കെ, ദെൻ ഈ ഒരു കേസിൽ ഇവിടെ ഡൺ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് എനിക്ക് മൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ടാസ്ക് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ ഡണ്ണിലോട്ട് മാറ്റും. പക്ഷെ നോർമലി ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതായത് നമുക്കൊരു ബഗ്സ് അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി ഐറ്റംസിന് വേണ്ടി ഒരെണ്ണുണ്ടാവും. അതായത് ഇപ്പോൾ ബഗ്സ് എന്ന് പറഞ്ഞൊരു ഒരു കോളം ഉണ്ടാവും. അത് ഓക്കെ, അത് ഇവിടെ ആയിരിക്കും വരുന്നത്. ഇൻ പ്രോഗ്രസിൻ്റെ ശേഷമായിരിക്കും. ഇൻ പ്രോഗ്രസിന് മുമ്പായിരിക്കും. ദെൻ നമുക്ക് നോർമലി ഇൻ പ്രോഗ്രസ് അതിന് നേരെ ഡൺ ആക്കാൻ പറ്റില്ല. അതിന് റിവ്യൂ ചെയ്യണം. റിവ്യൂ അഥവാ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഞാനിവിടെ റിവ്യൂ എന്നാണ് ഇടുന്നത്. ഓക്കെ, റിവ്യൂ എന്ന് പറയുന്നത് ഡണ്ണിന് മുമ്പായിരിക്കും. ഓക്കെ, സോ ബഗ്സ് ഉണ്ടെങ്കിൽ നമ്മളത് നേരെ ഇവിടെ ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഇൻ പ്രോഗ്രസ് റിവ്യൂ കഴിഞ്ഞാൽ ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആകെ ഒരു അർത്ഥമുള്ളൂ. ഡൺ ആയിക്കഴിഞ്ഞാൽ അത് ഫുള്ളി ഫിനിഷ് ചെയ്തു, പിന്നെ അതിൽ ഒന്നും ബാക്കിയില്ല. അപ്പോൾ എപ്പോഴും ഇൻക്ലൂഡിങ് റിവ്യൂയിലൂടെ നമ്മൾ നോർമലി നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ ഇൻ പ്രോഗ്രസ് നിന്ന് നേരെ റിവ്യൂയിലോട്ട് ഇടാൻ നേരത്ത് അത് ഓട്ടോമാറ്റിക്കലി ടെസ്റ്റേഴ്സിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോകും. ടെസ്റ്റേഴ്സ് അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതല്ലെങ്കിൽ CI/CD കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ CI/CD ഓട്ടോമാറ്റിക്കലി പൈപ്പ് ലൈനൊക്കെ റൺ ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാവും. പിന്നെ ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഒരു കേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാനപ്പോൾ എനിക്ക് ബഗ്ഗിൻ്റെ ആവശ്യമില്ല ഇവിടെ. ഞാനപ്പോൾ ബഗ് ഡിലീറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് ആവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്തെങ്കിലും ഒരു ടാസ്ക് നമ്മൾ ഓൾറെഡി സ്പ്രിന്റ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ബ്ലോക്ക്ഡ് ആയി. ഫോർ എക്സാമ്പിൾ നമുക്കൊരു സെർവർ വേണം, പക്ഷെ സെർവർ കോൺഫിഗറേഷൻ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, അങ്ങനെയാണെങ്കിൽ അത് ബ്ലോക്ക്ഡ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ബ്ലോക്കിലോട്ട് മാറ്റിയിടും. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗിറ്റ്ഹബ് റെപ്പോ സെറ്റപ്പ് ആണ്. അത് ഞാനത് ഇൻ പ്രോഗ്രസിലോട്ട് ഇടുന്നു. എനിക്ക് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടാവും. ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എല്ലാം ക്ലിയർ ആയിരിക്കണം. പിന്നെ ഞാൻ വീണ്ടും ഈ ടാസ്ക് ഇത് എന്താ ടാസ്ക് എന്ന് പിന്നെ ആലോചിക്കാൻ പാടില്ല. നേരെ ടാസ്ക് എടുക്കുന്നു, ചെയ്യുന്നു. അതാണ് അതിൻ്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിപ്പോൾ ഇനി ആദ്യം ചെയ്യേണ്ടത് ഗിറ്റ്ഹബ് റെപ്പോ സെറ്റപ്പ് ആണ്. ഞാൻ അതിനുവേണ്ടി ഗിറ്റ്ഹബ് ഒരു റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാം. സോ ഗോ ടു ബിൽഡ് ഫ്രം സീറോസ് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ആൻഡ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ റെപ്പോ. സോ സ്കിൽ മാപ്പ്. ഓക്കെ, ദെൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഇത്രേ ഉള്ളൂ. റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യാണ്. ഗോ MIT. ഓൾറൈറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ റെപ്പോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത് ഞാൻ ഇതിലോട്ട് കണക്ട് ചെയ്യാണ്. ജിറാബോളിലൂടെ അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ചെക്കപ്പ് കോൺഫിഗറേഷൻ. എൻ്റെ ഓൾറെഡി കണക്റ്റഡ് ആണ്, അപ്പോൾ എനിക്ക് പ്രശ്നമില്ല. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് ഓൺ ദ ഗോ ശരിയാക്കാം. ഫൈൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇത് കോഡ് ക്ലോൺ ചെയ്യണം. സോ ഇത് ക്ലോൺ ചെയ്യാം. ഈ URL ഇപ്പോൾ ക്ലോൺ ചെയ്യാം. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
കമാൻഡ് ലൈൻ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ കമാൻഡ് ലൈൻ ഫെമിലിയർ ആയി ഗിറ്റിൻ്റെ ടേംസ് ഫെമിലിയർ അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഗിറ്റിൻ്റെ തന്നെ ഒരു ടൂളുണ്ട്, ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യും. ഞാൻ ഈ ഒരു ഇതിൽ ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നത് ഗിറ്റിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് വേർഷനാണ്. നിങ്ങൾക്കത് ഗിറ്റ് ഹബിൻ്റെ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക, ഗിറ്റ് ഹബിന് സെർച്ച് ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് തന്നെ ലിങ്ക് വരും. ആ വെബ്സൈറ്റിൽ പോവാം. ഗിറ്റ് ഹബ് ഡെസ്ക്ടോപ്പിൻ്റെ വെബ്സൈറ്റിൽ പോകാം. അപ്പോൾ അവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക് ലിനക്സ് ആൻഡ് വിൻഡോസ് അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്യുക, then അത് ഇൻസ്റ്റാൾ ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഞാനിവിടെ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, CLI യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇത് ക്ലോൺ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇനിഷ്യൽ കോൺഫിഗറേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്കിവിടെ മാസ്റ്റർ ബ്രാഞ്ച് ഞാനിവിടെ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ബേസിക് ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഓക്കെ, ഇത് ഞാനൊരു VS കോഡിൽ ഓപ്പൺ ചെയ്യുകയാണ്. നമുക്കവിടെ എല്ലാം അവൈലബിൾ ആണ്. ലൈസൻസ് ആൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇനിഷ്യൽ ഫയൽസ് എല്ലാം ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഗിറ്റ് ഹബിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഗിറ്റ് ഹബിൻ്റെ ടാസ്ക് ഫിനിഷായി. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റിവ്യൂ ആണ് ഇടേണ്ടത്, പക്ഷേ റിവ്യൂ നമുക്ക് ഇവിടെ നിലവിലില്ല. അതുകൊണ്ട് ഞാൻ തന്നെ റിവ്യൂ ചെയ്തു, ഞാൻ തന്നെ അതിൻ്റെ ഡണ്ണിലോട്ട് മാറ്റി. ഓക്കെ, ഫസ്റ്റ് ടാസ്ക് ഡൺ ആയി. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടാസ്ക് ഞാൻ പിക്ക് ചെയ്യാൻ പോകണം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ക്രിയേറ്റ് മൈ ഫസ്റ്റ് API. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, അതിനെ ഇൻ പ്രോഗ്രസ്സിലോട്ട് മാറ്റുന്നു. ദെൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, നമ്മൾ അടുത്ത ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ക്രിയേറ്റ് ഫസ്റ്റ് API ആണ്. അത് ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്കതിൽ ഇവിടെ ക്രിയേറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ക്രിയേറ്റ് ബ്രാഞ്ച് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കമാൻഡ് ലൈൻ ഓപ്ഷൻ ഇവിടെ കിട്ടും. ഗിറ്റ് ചെക്കൗട്ട് ചെയ്യാൻ അത് കോപ്പി ചെയ്യുക. ഇതിങ്ങനെ അല്ലാതെയും ചെയ്യാം, ക്രിയേറ്റ് ബ്രാഞ്ച് ഇവിടെ കൊടുക്കാം. പക്ഷേ എനിക്ക് കുറച്ച് എളുപ്പം ഇതായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മളിനി VS കോഡ് ഓപ്പൺ ചെയ്യുക. ദെൻ അതിൽ ആ കമാൻഡ് പേസ്റ്റ് ചെയ്യുക, ഗിറ്റ് ചെക്കൗട്ട്, ദെൻ ആ ബ്രാഞ്ച് നെയിം. ഓക്കെ, നമ്മളിപ്പോൾ പുതിയ ബ്രാഞ്ചിലാണ്. ഓക്കെ, നത്തിങ്, ക്ലീൻ ബ്രാഞ്ചാണ്, ഗിറ്റ് ബ്രാഞ്ച് ഇവിടെ കാണാൻ പറ്റും. പുതിയ ബ്രാഞ്ചിലാണ് നമ്മളിപ്പോൾ. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഗോ മോഡ് ഇനീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗോ മോഡ് ഇനീറ്റ്, ദെൻ സ്കിൽ മാപ്പ് എന്നാണ് അതിൻ്റെ പേര്, സ്കിൽ മാപ്പ്. ഓക്കെ, ഒന്ന് വെരിഫൈ ചെയ്യാം. സ്കിൽ മാപ്പ്, ഓക്കെ, കറക്റ്റാണ്. പുതിയ ഗോ മോഡ് ഫയൽ ഇനീഷ്യലൈസ് ചെയ്തു. നമുക്കിവിടെ അത് അവൈലബിൾ ആണ്. ഇതെല്ലാം നമ്മൾ ഗോ ബേസിക് വീഡിയോയിൽ കവർ ചെയ്ത പാർട്സ് ആണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് പോകണം. ദെൻ ഫസ്റ്റ് മെയിൻ package main. All right, then let's print something to the terminal as usual. Main skill map. Okay, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. go run main.go. ഓക്കെ, അത് റൺ ചെയ്ത് വരുന്നുണ്ട്, വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അത് എൻഷുർ ചെയ്തു. ദെൻ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ജിൻ ഫ്രെയിംവർക്കാണ് നോക്കുന്നത്. അപ്പോൾ ജിൻ ഫ്രെയിംവർക്ക് ആദ്യം തന്നെ ജിൻ ഫ്രെയിംവർക്ക് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ വെബ്സൈറ്റ് വരും. ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ബേസിക്കലി നമുക്ക് അവിടെ മുകളിൽ ഡോക്യുമെൻറ്റേഷൻ അവൈലബിൾ ആണ്. അവിടെ എക്സാമ്പിൾസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഞാനതിൽ ക്വിക്ക് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് എന്താണ്, അത് ഇൻസ്റ്റാൾ ചെയ്യണം. പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗോ ഗെറ്റ് എന്നുള്ളതാണ് ഗോയിൽ നമ്മൾ പാക്കേജിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ദ പിപ്പ് ഇൻസ്റ്റാൾ ഇൻ പൈത്തൺ. ഓക്കെ, പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി വേണ്ടത് ഫസ്റ്റ് പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും അതിൻ്റെ ഇനീഷ്യൽ ബേസിക് സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത്. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, റൗട്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്നു. റൗട്ടറിലോട്ട് നമ്മളൊരു പുതിയൊരു റൗട്ടിനെ ക്രിയേറ്റ് ചെയ്യണം. ദെൻ അതിലോട്ട് റിട്ടേൺ ചെയ്യണം JSON ഡാറ്റ. അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് കോപ്പി ചെയ്യാൻ പോവാണ്. നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് കോപ്പി ചെയ്തു. ദെൻ അതിനെ നമുക്ക് ഞാൻ കമാൻഡ് സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ
കമാൻഡ് സേവ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇമ്പോർട്ട് ആവും. കാരണം ഞാൻ ഇതിൻ്റെ ഗോ പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് ആ പാക്കേജസും പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ആ ഫീച്ചർ കിട്ടും. നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഹോം പേജ് ആണ്. ഹോം പേജിൽ ഹോം പേജ് ദാറ്റ് മീൻസ് സ്റ്റാർട്ടിങ് വിത്ത് സ്ലാഷ്. അതിൽ നമുക്ക് മെസ്സേജ് വെൽക്കം ഓർ സ്കിൽ മാപ്പ്. ഓക്കെ, സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്ലാഷ് എന്ന് പറഞ്ഞ URL ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് വരണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ജിന്നിന് നമ്മൾ ആദ്യം തന്നെ ഒരു റൗട്ടർ ഡിഫോൾട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിലുള്ള ഗെറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിലോട്ട് നമ്മൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാണ് റൂട്ട് അഥവാ പാത്ത്. അങ്ങനെ ഞാൻ വേണമെങ്കിൽ ഹോം എന്നാക്കാം ഒരു എക്സാമ്പിളായിട്ട്. ഓക്കെ, സ്ലാഷ് ഹോം. നമ്മളൊരു ഫംഗ്ഷൻ പാസ് ചെയ്തു. ഈ ഒരു ഫംഗ്ഷൻ റൺ ടൈമിൽ ഇൻവോക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു കോണ്ടെക്സ്റ്റ് കിട്ടും. ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ ജിന്നിൻ്റെ ആ റിക്വസ്റ്റ് കോണ്ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് അതിൻ്റെ റിക്വസ്റ്റിൻ്റെ ഫുൾ ഡാറ്റ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും റിട്ടേൺ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതെല്ലാം നമുക്ക് അതിലുണ്ടാവും. അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ JSON ആയിട്ട് റിട്ടേൺ ചെയ്യുന്നു. 200 എന്ന് പറയുന്നത് അതിൻ്റെ റെസ്പോൺസ് 200 ആണ്. HTTP സക്സസ് സ്റ്റാറ്റസ് റെസ്പോൺസ്. എറർ എന്ന് പറയുമ്പോൾ 400 ആവാം. അൺഓതറൈസ്ഡ് ആണെങ്കിൽ 401 ആണ്. ദെൻ ഫോർബിഡൻ ആണെങ്കിൽ 403 ആണ്. ദെൻ ഇന്റേണൽ സെർവർ എറർ ആണെങ്കിൽ 500 ആയിരിക്കും. അങ്ങനെ എറേഴ്സ് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ നേരെ ഒരു മെസ്സേജ് ഇതിൻ്റെ ഒരു ഹാഷ് മാപ്പായിട്ട് റിട്ടേൺ ചെയ്യാണ്. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. go run main.go. സോറി, ഞാനിവിടെ സെർവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ r.run ഇതും കൂടി കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നോക്കി നമുക്കിവിടെ ലിസണിങ് ഓൺ പോർട്ട് 8080. അതായത് എൻ്റെ ഈ ലോക്കൽ കമ്പ്യൂട്ടറിൻ്റെ 8080 എന്ന് പറഞ്ഞ പോർട്ടിൽ എനിക്ക് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത സെർവർ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു URL-ലോട്ട് പോകാനായിട്ട് നമുക്കൊന്നില്ലെങ്കിൽ ഇവിടെ കൺട്രോൾ ക്ലിക്ക് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ എനിക്ക് നേരെ ലോക്കൽ ഹോസ്റ്റിന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഞാനതിന് വേണ്ടി ലോക്കൽ ഹോസ്റ്റ് 8080. ഇതാണ് ഹോം പേജ്. ഹോം പേജ് എന്ന് പറയുന്നത് എപ്പോഴും സ്ലാഷിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. നമ്മൾ സ്ലാഷ് അല്ല കൊടുത്തിരുന്നത്, ഹോമാണ്. അപ്പോൾ സ്ലാഷ് ഹോം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ആ ഒരു ഡാറ്റ അവൈലബിൾ ആയിട്ട് കിട്ടി. മെസ്സേജ് സ്കിൽ മാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എനിക്കിത് ഹോമിൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഹോമിലോട്ടാക്കാണ്. then let's try it again. ഓക്കെ, ഇവിടെ കണ്ടോ സ്ലാഷ് ഹോം ഇപ്പോൾ ഇൻവാലിഡ് URL ആണ്. ദെൻ സ്ലാഷ് അടിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹോം പേജ് ഡാറ്റ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്കൊരു എറർ അടിച്ചിട്ടുണ്ട്. ആ എറർ നമുക്ക് ഇവിടെ 404 ഇവിടെ കാണാൻ പറ്റും. ദെൻ 200 എന്ന് പറയുന്നത് സക്സസ് റെസ്പോൺസ് ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ഒരു ബേസിക് വർക്കിംഗ് ജിൻ ആപ്ലിക്കേഷൻ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റത്തെ ടാസ്ക് അപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി എനിക്കത് ഡൺ ആക്കണം. അതിനുവേണ്ടി ഞാൻ ബോർഡിലോട്ട് പോവാണ്. ദെൻ ഫസ്റ്റ് ടാസ്ക് ക്രിയേറ്റ് ഫസ്റ്റ് API. ഈ ടാസ്ക് ഫിനിഷ് ചെയ്തു. അപ്പോൾ ഞാനത് ഡൺ ആക്കാണ്. സോറി, ഡൺ ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കോഡ് ഒന്ന് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗിറ്റോട് ഓൾറെഡി അവൈലബിൾ ആണ്. അതിൽ ഞാൻ എൻ്റെ ചേഞ്ചസ് എല്ലാം എന്നോട് വന്നിട്ടുണ്ട്. ഞാനത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യണം. അപ്പോൾ കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കമ്മിറ്റ് മെസ്സേജ് കൊടുക്കണം. നോർമലി നമുക്ക് ഫിനിഷ്ഡ് ഇതെപ്പോഴും റീഡബിൾ ഫോർമാറ്റിലായിരിക്കണം കമ്മിറ്റ് മെസ്സേജ് വരേണ്ടത്. അപ്പോൾ സോ ഇറ്റ് ഷുഡ് ബി റീഡ് ലൈക്ക് ടോം ഈസ് ട്രൈയിങ് ടു ഫിക്സ് സംതിങ്, അതല്ലെങ്കിൽ ടോം ഫിക്സ് സംതിങ് ഓർ ഫിനിഷ്ഡ് സംതിങ്. അപ്പം ഞാൻ ഫിനിഷ്ഡ് ഇനീഷ്യൽ സെറ്റപ്പ് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കംപ്ലീറ്റഡ് ഫസ്റ്റ് API. ഇതാണ് നോർമലി നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ജിറ യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജിറയുടെ ടാസ്ക് നെയിമും കൂടി ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ജിറ ടാസ്ക് നെയിം എന്താണ്?
സ്കിൽ ദെൻ കംപ്ലീറ്റഡ്. ഇതിങ്ങനെ ചെയ്യണതുകൊണ്ട് ഒരു ഗുണമുണ്ട്, ഞാനത് കാണിച്ചു തരാം. കമ്മിറ്റ് ചെയ്തു, പബ്ലിഷ് ചെയ്തു ബ്രാഞ്ച്. ദെൻ നമ്മളൊരു പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ചെയ്തതെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് പുൾ റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മളിവിടെ CI/CD കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ആ ടെസ്റ്റുകളെല്ലാം ഇവിടെ റൺ ചെയ്യണം. ഇത് നമ്മൾ റിവ്യൂവേഴ്സ് ഉണ്ടാവും, റിവ്യൂവേഴ്സ് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ മെർജ് റിക്വസ്റ്റ് മെർജ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് മെർജ് ചെയ്യണം. ഓക്കെ, അത് മെർജായി. ഇനി നമുക്കിനി ഈ ഒരു ബ്രാഞ്ചിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് കളയണം. ഓക്കെ, നൗ ഗോ ബാക്ക് ടു GitHub ഡെസ്ക്ടോപ്പ്. മെയിൻ ബ്രാഞ്ചിലോട്ട് ചെക്കൗട്ട് ചെയ്യുക. പക്ഷേ അവിടെ ഓൾറെഡി നമുക്കിവിടെ കാണാൻ പറ്റും ചേഞ്ചസ് ഉണ്ട്. ഹെഡിൽ നമ്മൾ പുൾ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻ ബ്രാഞ്ചിലോട്ട് തിരിച്ചു വന്നു. ഇപ്പോഴാണ് നമ്മുടെ ടാസ്ക് ശരിക്കും ഡൺ ആയത്. ഓക്കെ, ടാസ്ക് ഡൺ ആയി. ഇനി ഞാനത് എന്ത് ചെയ്യും, ടാസ്ക് എടുക്കുന്നു, ടാസ്കിന് റിവ്യൂ. ദെൻ ആക്ച്വലി നമ്മൾ റിവ്യൂലോട്ട് ഇടുമ്പോഴാണ് റിവ്യൂവേഴ്സിന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോഴാണ് അവരത് കോഡ് റിവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡൺ ആക്കി, നമ്മുടെ ടാസ്ക് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻ്റ് ആണ്. പക്ഷേ ഡിപ്ലോയ്മെൻ്റ് മുമ്പ് നമ്മൾ സെർവർ സെറ്റപ്പ് ചെയ്യണം. അപ്പോൾ അത് ഞാൻ ഈ പ്രോഗ്രസ്സിലോട്ട് ഇടാണ്. ഫസ്റ്റ് തന്നെ ഗൂഗിളിൽ പോവാം. ദെൻ ഡിജിറ്റൽ ഓഷ്യൻ സെർച്ച് ചെയ്യാം. ഡിജിറ്റൽ ഓഷ്യൻ. അപ്പോൾ ഇതിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സൈനപ്പ് ചെയ്യാം. എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, ഞാനപ്പോൾ അത് യൂസ് ചെയ്യുകയാണ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൽ ടീമിൻ്റെ നെയിം ഇൻഫർമേഷൻ കൊടുക്കുക. ദെൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. ദെൻ ടീം മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാൻ പോവാണ് ഇവിടെ. ഞാൻ എൻ്റെ കാർഡ് ഡീറ്റെയിൽസ് എല്ലാവരും ആഡ് ചെയ്തു. ദെൻ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമുക്കിനി എങ്ങനെയാണ് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഡിജിറ്റൽ ഓഷ്യൻ്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് പ്രോജക്റ്റ് ഇവിടെ ഓൾറെഡി ഇവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ക്രിയേറ്റ്, മാനേജ് ഡാറ്റാബേസ്, ലോഡ് ബാലൻസ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഡ്രോപ്ലെറ്റ്സ് ആണ് വേണ്ടത്. ഡ്രോപ്ലെറ്റ്സ് എന്ന് പറയുന്നത് സെർവേഴ്സ് ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൈക്രോ ഡ്രോപ്ലെറ്റ്സ് ആണ് ഇതെല്ലാം. സോ സ്റ്റാർട്ടിങ് ഫ്രം $4 പെർ മന്ത്. ഞാനപ്പോൾ അതാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. യെസ്, വേറെ ഓപ്ഷൻസ് ഉണ്ട്, ഫങ്ഷൻസ് ഉണ്ട്. ദെൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ളൊരു സെർവർ ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എന്താ പറയുക മിനിയേച്ചർ ഫങ്ഷൻസ് ആയിട്ട് നമുക്ക് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് സെർവർലെസ് ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്നതിന് മാത്രം ചാർജ് ചെയ്യുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു ഗോ ആപ്ലിക്കേഷൻ ഉണ്ട്. ദെൻ അത് വേണമെങ്കിൽ ഒന്ന് ട്രൈ നോക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഡ്രോപ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഞാൻ പക്ഷേ ഇവിടെ ഡ്രോപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഉബുണ്ടു ചൂസ് ചെയ്യാം. ബേസിക് പ്ലാൻ. ദെൻ we can choose regular. It starts from $6. ഓക്കെ, ബേസിക് തന്നെ ചൂസ് ചെയ്യാം. അതിൽ $6 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യാം. ദെൻ നമുക്ക് വോളിയം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. ദെൻ പാസ്വേഡ് ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ SSH കീ ആഡ് ചെയ്യാം. രണ്ട് ഓപ്ഷനുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ആക്ച്വലി ഒരു പാസ്വേഡാണ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഞാനപ്പോൾ ഒരു പാസ്വേഡ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ എക്സ്ട്രാ ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല, ഒരു ഡ്രോപ്ലെറ്റ്സ് മതി. ബിൽഡ് ഫ്രം സീറോ, ദെൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ലൊക്കേഷൻ ബാംഗ്ലൂരാണ്. സെർവർ ക്രിയേറ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും, സോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ കാണാൻ പറ്റും സെർവർ ഓൺലൈൻ ആയിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ ഗ്രീൻ ആക്റ്റീവ് ഇൻഡിക്കേഷൻ ഇവിടെ ഉണ്ട്. സോ നമുക്കൊരു IP അഡ്രസ്സ് കിട്ടി. ഇത് സ്റ്റാറ്റിക് IP അഡ്രസ്സ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, കാരണം സ്റ്റാറ്റിക് അല്ലെങ്കിൽ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു IP അഡ്രസ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ DNSൽ ഹോസ്റ്റ് ചെയ്യാൻ റൂട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. മീൻസ് നമ്മുടെ ഡൊമൈൻ നെയിം മീൻസ് buildfromzero.com, അതാണ് നമ്മുടെ ഡൊമൈൻ നെയിം. ആ ഡൊമൈൻ നെയിമിൽ നമ്മൾ പോയിന്റ് ചെയ്യേണ്ട IP അഡ്രസ്സ്, അതിൽ റെക്കോർഡ് എന്ന് പറഞ്ഞൊരു റെക്കോർഡാണ്, അവിടെയാണ് നമ്മൾ ഈ IP അഡ്രസ്സ് പോയിന്റ് ചെയ്യേണ്ടത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നുള്ളൂ. സോ നമുക്കിവിടെ സെർവർ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ഫുൾ ഇൻഫോർമേഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്കിനി അടുത്തത് ഈ സെർവറിനെ അക്സസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അക്സസ് ചെയ്യാൻ പോവാണ്. ലോഗിൻ ആസ് റൂട്ട്, ദെൻ ലോഞ്ച് ഡ്രോപ്ലെറ്റ് കൺസോൾ. ഇത് ഒരു മെത്തേഡാണ് അക്സസ് ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്യുക, ദെൻ SSH സ്പേസ് user@IP അഡ്രസ്സ് കൊടുത്താലും ഈ സെയിം ഇത് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ ഒരു ഡെമോൻ്റെ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ SSH കോൺഫിഗർ ചെയ്യാം. SSH കീ കോൺഫിഗർ ചെയ്തിട്ട് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ലോഗിൻ ഡിസേബിൾ ചെയ്യുക. അതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ റൂട്ട് യൂസറായിട്ടാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷനിൽ റൂട്ടിൽ ഡിപ്ലോയ് ചെയ്യാൻ പാടില്ല. ഇതാണ് യൂസർ, റൂട്ട്, ദെൻ ബിൽഡ് ഫ്രം സീറോ. പക്ഷേ ഒരു പുതിയൊരു അക്കൗണ്ട്, ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക, യൂസറിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇതിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഉബുണ്ടു ആണ് നമ്മൾ കൊടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഓക്കെ, നമുക്കിനി അടുത്തത് ഇതിൽ ഗോ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണോ ചെക്ക് ചെയ്യണം. ഗോ ഇൻസ്റ്റാൾഡ് അല്ല. സോ നമുക്ക് ഗോ ഇൻസ്റ്റാൾ ചെയ്യാം. സ്നാപ്പ് ഇൻസ്റ്റാൾ ഗോ ചെയ്യാം, അതല്ലെങ്കിൽ APT ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് സ്നാപ്പ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതല്ലെങ്കിൽ ഗോയുടെ ഇൻസ്റ്റാളേഷൻ വീഡിയോ നമ്മൾ ആദ്യത്തെ ബേസിക്സിൽ പറഞ്ഞ പോലെ മാനുവലി ഡൗൺലോഡ് ചെയ്ത് അതിനെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് പാത്തിലോട്ട് ആഡ് ചെയ്താൽ മതി ആ ഇൻസ്റ്റാൾ ലൊക്കേഷൻ. ഗോ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ apt-get install golang-go എന്ന് ടൈപ്പ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാളേഷൻ ഒന്ന് ഫിനിഷ് ആകാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ഗോ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഗോ എല്ലാ കമാൻഡ് ലൈൻ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SSH കീസ് ആഡ് ചെയ്യണം. ഇതിൻ്റെ ഗിറ്റ് ഹബിലോട്ട് നമ്മുടെ SSH കീസ് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക്
നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സെർവറിൽ നമ്മുടെ കോഡ് അക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗിറ്റ്ഹബിന് അതിന് ട്യൂട്ടോറിയൽ ഉണ്ട്, അത് ചെക്ക് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ആ ട്യൂട്ടോറിയലും ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഓക്കെ, ആഡ് ന്യൂ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ജനറേറ്റ് ന്യൂ SSH കീ. നമുക്കിവിടെ ലിനക്സ് ആണ് വേണ്ടത്. ലിനക്സ് സെലക്ട് ചെയ്യുക. ദെൻ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു പുതിയൊരു SSH കീ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇൻ ദിസ് ലൊക്കേഷൻ. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. കീ ജനറേറ്റ് ചെയ്തു. ദെൻ നമ്മൾ SSH വർക്കിംഗ് ആണെന്ന് വാലിഡേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, വർക്കിംഗ് ആണ്. ഇത് നമ്മൾ SSH കീനെ ആഡ് ചെയ്യണം SSH ഏജൻറ്റിലോട്ട്. അതിന് വേണ്ടിയിട്ട് ഈ കമാൻഡ് യൂസ് ചെയ്യണം. SSH-add. Then ഓക്കെ അപ്പോൾ ആ ഐഡൻറ്റിറ്റി അതിലോട്ട് ആഡ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കാം. ഓക്കെ, നമുക്കിനി SSH കീ ഗിറ്റ്ഹബിലോട്ട് ആഡ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ പബ്ലിക് കീ ആണ് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, സോ ഞാൻ ആ പബ്ലിക് കീ ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ ലിസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും നമുക്ക് 2 പബ്ലിക് കീ ഉണ്ട് ഇവിടെ. ഒരു പബ്ലിക് കീ ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്രൈവറ്റ് കീ ഉണ്ട്. ഈ കീ ഫയൽ എൻഡിങ് വിത്ത് .pub ആണ് പബ്ലിക് കീ. ഓക്കെ, സോ അതാണ് നമുക്കിവിടെ കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, ആക്ച്വലി ആ കീ ഞാൻ കോപ്പി ചെയ്തു. ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി റീസൺസ് ഞാനത് കട്ട് ചെയ്തു ആ പാർട്ട്. ഓക്കെ, നൗ നമുക്ക് ആ കീ ഗിറ്റ്ഹബിൽ ലോഗിൻ ചെയ്യുക. ദെൻ അതിൽ SSH ആൻഡ് GPG കീസ് എന്ന് പറഞ്ഞ സെഷൻ ഉണ്ട്, അവിടെ പോവുക. ദെൻ അവിടെ കീ കോപ്പി പേസ്റ്റ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ഞാൻ ആക്ച്വലി എൻ്റെ SSH കീസ് ഞാൻ ഗിറ്റ്ഹബിൽ ആഡ് ചെയ്തു. സോ എനിക്കിവിടെ അത് അക്സസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. അതിനു വേണ്ടി നമ്മൾ നമ്മൾ ഹോം ഫോൾഡറിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ റൂട്ട് ഫോൾഡർ എന്ന് പറയുന്നത്. റൂട്ടിൻ്റെ ഹോം ഫോൾഡറാണിത്. പക്ഷേ നിങ്ങൾ പുതിയൊരു പ്രോജക്റ്റ് ഡിപ്ലോയ് ചെയ്യാൻ നേരത്ത് റൂട്ടിൽ ചെയ്യണതിന് പകരം പുതിയ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക. യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസറിനെ റൂട്ടിൽ ക്രിയേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ /var എന്ന് പറഞ്ഞൊരു ഡയറക്ടറി ഉണ്ട്. അവിടെ നമുക്ക് ഒരു www എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിലും ഡിപ്ലോയ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാനവിടെ ഒരു എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഹോം ഫോൾഡറിൽ തന്നെയാണ് ക്ലോൺ ചെയ്യാൻ പോകുന്നത് കോഡ്. ഗിറ്റ് ക്ലോൺ. ദെൻ നമുക്കത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഗിറ്റിൻ്റെ ക്ലോൺ URL ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോൺ ചെയ്യുന്നത് SSH URL ആണ്, HTTPS അല്ല. ക്ലോൺ ചെയ്യുമ്പോൾ നമുക്കത് അതിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ യെസ് കൊടുക്കുക. ഓക്കെ, സോ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ കോഡ് ഇവിടെ ക്ലോൺ ചെയ്തിട്ടുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ആണ്. ഇത് പബ്ലിക് ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി ആണെങ്കിൽ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി പുൾ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിതിപ്പോൾ പ്രൈവറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ SSH കീ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, CD സ്കിൽ മാപ്പ്. ഓക്കെ, ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മളിവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത ഫയൽസ്. അതിൻ്റെ കണ്ടൻസ് കാണണമെങ്കിൽ cat main.go നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു സിമ്പിൾ ഗോ ആപ്ലിക്കേഷനാണ്. അതിൻ്റെ കണ്ടൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ക്യാറ്റ് കമാൻഡ് യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ അത് ചെറിയ മൈനർ മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ നാനോ യൂസ് ചെയ്യാം. നാനോ main.go. നമുക്കത് വേണമെങ്കിൽ ഒന്ന് ചെറിയ മൈനർ മോഡിഫിക്കേഷൻ ഇവിടെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഒരിക്കലും സെർവറിൽ നമ്മൾ കോഡ് എഡിറ്റ് ചെയ്ത് കോഡ് എപ്പോഴും നമ്മൾ ലോക്കൽ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യുക, അതിനൂടെ പുഷ് ചെയ്യുക. സെർവറിൽ എപ്പോഴും
ഗിറ്റ് പുൾ അത് മാത്രം ചെയ്യാൻ പാടുള്ളൂ. പുള്ള് മാത്രമേ സെർവറിൽ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഞാനിതൊന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. ഗോ റൺ main.go. ആക്ച്വലി നമ്മളതിൻ്റെ പാക്കേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് ഗോ മോഡ് ടൈഡി എന്ന് ടൈപ്പ് ചെയ്യണമായിരുന്നു. പക്ഷെ ഗോ അത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഗോ ആപ്ലിക്കേഷൻ റൺ ആയത് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സെർവ് ചെയ്യുന്നത് 8080 എന്നുള്ള പോർട്ടിൽ നമുക്കിവിടെ കോഡ് അവൈലബിൾ ആണ്. അത് റണ്ണിങ് ആണ്. ഓക്കെ, നമ്മളിനി അത് വർക്കിംഗ് ആണോ എന്ന് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ആ IP അഡ്രസ്സ് ഒന്ന് കോപ്പി ചെയ്യാം. ദെൻ ഒരു പുതിയൊരു ടാബ് എടുക്കുക. അതിൽ ഓക്കെ, അത് എൻ്റർ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യണില്ല. നമുക്കിനി അതിൻ്റെ പോർട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്തു 8080. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇവിടെ IP അഡ്രസ്സ് കോപ്പി പേസ്റ്റ് ചെയ്തു. ദെൻ അതിൻ്റെ പോർട്ട് അഡ്രസ്സ് നമ്മൾ കൊടുത്തത് കോളൻ, ദെൻ അതിൻ്റെ പോർട്ട്, കോളന് ശേഷമാണ് പോർട്ട് കൊടുക്കുന്നത്. നമ്മൾ സെർവ് ചെയ്യണത് പോർട്ട് 8080 എന്നുള്ള പോർട്ടിലായതുകൊണ്ടാണ് നമ്മളിവിടെ കോളൻ കൊടുത്തത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. IP അഡ്രസ് ദെൻ പോർട്ട്, ദാറ്റ്സ് ഓൾ. സോ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത സെയിം URLs ക്രിയേറ്റ് ചെയ്ത API നമുക്കിവിടെ കാണാൻ പറ്റും ഹോം പേജിൽ. നെക്സ്റ്റ് ഞാൻ നമ്മുടെ സെർവറും ഈ വർക്ക് ഫ്ലോയും എല്ലാം വർക്കിംഗ് ആണെന്ന് എൻഷുർ ചെയ്യാനായിട്ട് ഞാൻ ലോക്കൽ VS കോഡിൽ ഒരു API കൂടി ആഡ് ചെയ്യാണ്. ഇപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഉള്ളത് എന്താണ്, ഹോം പേജ് ഉണ്ട്. ദെൻ നമുക്ക് ഒരു API കൂടി ആഡ് ചെയ്യാം. ഇതൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാനത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ദെൻ /login ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രമാണ്. സിമ്പിളായിട്ട് ലോഗിൻ റിക്വയർഡ് എന്ന് കൊടുക്കുക. ടെസ്റ്റിംഗ്, ദാറ്റ്സ് ഓൾ. നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സെർവർ ക്യാൻസൽ ചെയ്യാണ്. ദെൻ റൺ അഗെയിൻ. ഓക്കെ, ഇത് റണ്ണിങ് ആണ് ഇപ്പോൾ. ഓക്കെ, ഇതിൽ നമ്മൾ /login പോവാണ്. ഓക്കെ, ഇവിടെ ലോഗിൻ റിക്വയർഡ് -testing എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വർക്കിംഗ് ആണ്. നമ്മൾ ഇനി ഇത് കോഡ് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യും. ഞാനത് മാസ്റ്ററിലോട്ട് തന്നെ കമ്മിറ്റ് ചെയ്യുകയാണ്. പക്ഷേ ആക്ച്വലി ഇത് ഫീച്ചർ ബ്രാഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വേണ്ടി ചെയ്യുന്നതാണ്. കമ്മിറ്റ് ചെയ്യുന്നു, കോഡ് പുഷ് ചെയ്യുകയാണ്. ഇനി നമ്മൾ നമ്മുടെ സെർവറിൽ ലോഗിൻ ചെയ്തിട്ട് സെർവറിൽ നമ്മൾ ഗിറ്റ് പുള്ള് ടൈപ്പ് ചെയ്യണം. ഓക്കെ, ഗിറ്റ് പുൾ, ദാറ്റ്സ് ഓൾ. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ ക്ലോൺ ചെയ്തിട്ടുണ്ട്. ക്ലോൺ ചെയ്ത് അതിൻ്റെ ഡാറ്റ മൊത്തം ഇവിടെ അവൈലബിൾ ആണ്. ഗിറ്റ് പുള്ള് ചെയ്യുമ്പോൾ എന്ത് പറ്റും, പുതിയ ചേഞ്ചസ് ഗിറ്റ് ക്ലോൺ ചെയ്തെടുക്കുകയാണ്. നമുക്കിവിടെ കാണാൻ പറ്റും 1 ഫയൽ ചേഞ്ച് 1 ഇൻസേർഷൻ. ഇതിൻ്റെ ലൊക്കേഷൻ കാണുകയും PWD ടൈപ്പ് ചെയ്യുമ്പോൾ ലൊക്കേഷൻ കാണാൻ പറ്റും. റൂട്ടിൽ skill-map. ഓക്കെ, നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാനായിട്ട് ഗോ റൺ main.go. ഓക്കെ, കോഡ് റൺ ആയിട്ടുണ്ട്. നമുക്കിത് /login പോയി കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും login -required -testing. ഇതാണ് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റിൻ്റെ ആ ഒരു ഫുൾ ഫ്ലോ. ഡെവലപ്പർ കോഡ് റൈറ്റ് ചെയ്യുന്നു, ദെൻ അത് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുന്നു, ദെൻ അത് നമ്മൾ സെർവറിൽ എങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നുള്ളവരെ ആണ് നമ്മളിപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഡിപ്ലോയിഡ് ഗോലാങ് ആപ്ലിക്കേഷനിലോട്ട് ഒരു ഡൊമൈൻ നെയിമിനെ പോയിന്റ് ചെയ്യാന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു ഡൊമൈൻ നെയിമാണ്. ഇപ്പോൾ ഡൊമൈൻ നെയിം നമുക്ക് വാങ്ങിക്കാനായിട്ട് പല വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് GoDaddy യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബിഗ് റോക്സ് യൂസ് ചെയ്യാം. അങ്ങനെ പല വെബ്സൈറ്റ്സ് ഉണ്ട്. അതല്ലെങ്കിൽ Cloudflare യൂസ് ചെയ്യാം. ഞാനിപ്പോൾ Cloudflare ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യുക, ഡൊമൈൻ രജിസ്ട്രേഷൻ പാനലിൽ പോയിട്ട് സെർച്ച് ചെയ്യാം. ജസ്റ്റ് ഞാൻ ബിഗ് റോക്കിൻ്റെ വെബ്സൈറ്റ് ഒന്ന് കാണിച്ചു തരാം.
ബിഗ് റോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് ഗൂഗിൾ ബിഗ് റോക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ വരും ബിഗ് റോക്ക് ബൈ ഡൊമൈൻ നെയിം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് വരും. ഇവിടെ നമുക്ക് ഡൊമൈൻ നെയിം സെർച്ച് ചെയ്യുക, അതിന് .com വേണം, .in വേണം, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക, ദെൻ ഡൊമൈൻ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ GoDaddy ഉണ്ട്, ഇത് യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ ഞാൻ ഇവിടെ നമുക്ക് പിന്നെ അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ് Cloudflare. അപ്പോൾ ബേസിക്കലി എല്ലാത്തിൻ്റെയും വർക്കിംഗ് സിമിലർ ആണ്. ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഇപ്പോൾ സ്കിൽസ് സെർച്ച് ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. സോ നമുക്ക് അവിടെ കുറേ അവൈലബിൾ ആയിട്ടുള്ള ഓരോ വെബ്സൈറ്റ്സിൻ്റെ ഡൊമൈൻ നെയിംസ് കാണാൻ പറ്റും. .com ഉണ്ട്, .net ഉണ്ട്, .app, .uk. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞതാണ് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള നെയിം ആണെങ്കിൽ അത് ചൂസ് ചെയ്യാം. അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ പ്രീമിയം ഡൊമൈൻസ് ആണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, പക്ഷെ ഞാനിവിടെ ഓൾറെഡി എനിക്ക് ഡൊമൈൻ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ സബ് ഡൊമൈനിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സബ് ഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഡൊമൈൻ ഇതാണ് മെയിൻ ഡൊമൈൻ. ഇതിന് ഫ്രണ്ടിൽ നമ്മളൊരു സബ് ഡൊമൈൻ, ഇപ്പോൾ blog.example.com എന്ന് പറയില്ല, അപ്പോൾ ആ ബ്ലോഗ് എന്ന് പറയുന്നതാണ് എൻ്റെ സബ് ഡൊമൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സി നെയിം എന്ന് പറയും. ഞാനപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ള buildfromzero.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലാണ് ഞാൻ സ്കിൽസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ആപ്പ് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ buildfromzero.com എന്നാണ് എൻ്റെ വെബ്സൈറ്റിൻ്റെ ഫുൾ DNS നെയിം. ഞാൻ അതിൽ skills.buildfromzero.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗോലാങ്ങിൻ്റെ ബാക്ക് എൻഡിലോട്ട് പോകണം. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും പലതരം റെക്കോർഡ്സ് ഉണ്ട്. ഞാനതിൽ എ റെക്കോർഡാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ അവിടെ സി നെയിം ഉണ്ട്. സി നെയിമും ഇതുപോലെ തന്നെ സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന റെക്കോർഡാണ്. ഓക്കെ, ഞാനപ്പോൾ സ്കിൽസ് കൊടുക്കുകയാണ് എൻ്റെ നെയിം. ദെൻ നമുക്കിവിടെ IP അഡ്രസ് വേണം. IP അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ബാക്ക് എൻഡിൽ ആ സെർവറിൻ്റെ ജിറ്റ്ലോഷൻ ഡ്രോപ്ലെറ്റിൻ്റെ IP അഡ്രസ് ആണ്. സോ ഞാനത് ഇവിടെ നിന്ന് കോപ്പി ചെയ്തു. ദെൻ ഗോ ബാക്ക് ടു ദ DNS പാനൽ ആൻഡ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, ദെൻ ഞാനതിനെ സേവ് ചെയ്യുകയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തല്ലോ buildfromzero.comൻ്റെ സബ് ഡൊമൈൻ ആയിട്ട് സ്കിൽസ് എന്ന് പറഞ്ഞൊരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തു. സോ നമ്മളിനി ഗൂഗിളിൽ buildfromzero.comൻ്റെ ഫ്രണ്ട് സ്കിൽസ് ആഡ് ചെയ്യണം. അപ്പോൾ skills.buildfromzero.com ഇത് എൻ്റർ ചെയ്യുക. സോ ഓക്കെ, ഒന്നും വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡിഫോൾട്ട് പോർട്ട് എന്ന് പറയുന്നത് പോർട്ട് 80 ആണ്. ക്രോം ഓപ്പൺ ചെയ്യുന്ന പോർട്ട് ഡിഫോൾട്ട് പോർട്ട് എന്ന് പറയുന്നത് 80 ആണ്. സോ 80 നമ്മൾ ഡിപ്ലോയ് ചെയ്തതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല. സോ പോർട്ട് 8080 കൊടുക്കുക. സോ നമുക്ക് പോർട്ട് കാണാൻ പറ്റും. മെസ്സേജ് സ്കിൽ മാപ്പ് ഹോം പേജ് എന്ന് പറഞ്ഞ ആപ്പ് കാണാൻ പറ്റും. ദെൻ /login കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് API ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഫ്ലോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. DNS എന്ന് പറഞ്ഞ ഭാഗം ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തതാണ് ഫോർ ദ കംപ്ലീഷൻ. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. സോ ആ ഒരു ഫുൾ ഫ്ലോ ഇതാണ്. ജസ്റ്റ് നമ്മൾ DNSൽ പോയിന്റ് ചെയ്യുന്നു, സബ് ഡൊമൈൻ കൊടുക്കുന്നു, സബ് ഡൊമൈൻ നേരെ സെർവറിലോട്ട് കോൾ പോകുന്നു. സെർവറാണ് നമുക്ക് പിന്നെ ഈ റെസ്പോൺസിന് റിട്ടേൺ ചെയ്യുന്നത്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി IP അഡ്രസ് എപ്പോഴും ഓർത്തിരിക്കേണ്ട ആവശ്യമില്ല. IP അഡ്രസ്സിന് പകരം നമുക്ക് ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള ഒരു സബ് ഡൊമൈൻ അഥവാ ഒരു URL ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ഞാനിനി നമ്മുടെ ജിറയിലോട്ട് ഒന്നുകൂടി പോവാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ബേസിക് സെർവർ സെറ്റപ്പ് നമ്മുടെ ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. അത് ഞാൻ ഡൺ ആക്കി. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഇനിഷ്യൽ ഡിപ്ലോയ്മെൻ്റ് ആണ്. നമ്മൾ ആക്ച്വലി ഇനിഷ്യൽ ഡിപ്ലോയ്മെൻറ്റിൻ്റെ കുറച്ച് പാർട്സ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ലൈക്ക് ഗിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പക്ഷെ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതാണ് സെർവർ റിവേഴ്സ് പ്രോക്സി സെർവർ എന്ന് പറയും. നമ്മളിപ്പോൾ ചെയ്തത് എങ്ങനെയാണ്, ഈ ഒരു ഇവിടെ നമ്മൾ ലോക്കൽ കമ്പ്യൂട്ടറിൽ ഡിപ്ലോയ് ചെയ്യണ പോലെ തന്നെയല്ലേ run main.go എന്നല്ലേ കൊടുത്തത്. പക്ഷേ ആക്ച്വലി ഇത് നമ്മൾ ഈ ടെർമിനലിൽ ഞാൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല പിന്നെ. പക്ഷെ നമുക്കതല്ല, നമുക്ക് ഫുൾ ടൈം റൺ ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം റണ്ണിങ് ആയിട്ടുള്ള ഒരു സെർവർ റൺ ചെയ്യും, ഒരു ഫ്രണ്ട് എൻഡ് സെർവർ റൺ ചെയ്യും. ആ സെർവർ നമുക്ക് 2 ടൈപ്പ് സെർവേഴ്സ് യൂസ് ചെയ്യും. Nginx യൂസ് ചെയ്യും, അതല്ലെങ്കിൽ Apache യൂസ് ചെയ്യും. ഇതല്ലാതെ വേറെയും കോമൺ ആയിട്ടുള്ള യൂസ് ചെയ്യുന്ന പല സെർവേഴ്സ് ഉണ്ട്. പക്ഷേ ഇത് രണ്ടാണ് പോപ്പുലർ ആയിട്ടുള്ളത്. ഞാനപ്പോൾ അതിൽ Nginx ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ Nginx സെർവർ ആയിരിക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത്. Nginx സെർവറോട്ടായിരിക്കും ഫസ്റ്റ് തന്നെ റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ദെൻ Nginx എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോലാങ് ആപ്ലിക്കേഷനിലോട്ട് ആ റിക്വസ്റ്റിനെ റൗട്ട് ചെയ്ത് വിടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഗോലാങ് ആപ്ലിക്കേഷനും ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ചെയ്തത് എങ്ങനെയാണ്, run main.go. അതിന് പകരം നമ്മൾ ഗോയിനെ ബിൽഡ് ചെയ്യുന്നു. ബിൽഡ് ചെയ്തിട്ട്
ബിൽഡിനെ റൺ ചെയ്യാണ്. ഓക്കെ, പിന്നെ അതിന്റെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവർ ഓഫ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ നേരത്തും ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കണം. എപ്പോഴും നമുക്ക് മാനുവലി പോയി ചെയ്യാൻ പറ്റും, ഇത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഞാൻ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗോ റൺ ഇൻസ്റ്റൻസ് ക്ലോസ് ചെയ്യാണ്. ദെൻ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ Nginx ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് apt -get install Nginx. പെർമിഷൻ ഓക്കെ കൊടുക്കുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിപ്പോൾ Nginx ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാം നമുക്ക്. അതുകൊണ്ട് നമ്മുടെ skills.build-from-zero ഒന്നുകൂടി റീലോഡ് ചെയ്ത് വർക്ക് ചെയ്യില്ല, കാരണം നമ്മൾ സെർവറിനെ ക്ലോസ് ചെയ്ത് കളഞ്ഞു. ദെൻ അതിൻ്റെ ഹോം പേജിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും വെൽക്കം ടു Nginx. ദാറ്റ് മീൻസ് Nginx ഇൻസ്റ്റാൾഡ് ആണ്. ഇതൊരു എന്താ പറയുക, ഇതിനെ റിവേഴ്സ് പ്രോക്സി എന്ന് പറയുന്നത്. അതായത് മെയിൻ സെർവറിന്റെ ഫ്രണ്ടിൽ ഒരു പ്രോക്സി ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ദെൻ അവിടെ നിന്ന് നമുക്ക് വന്ന റിക്വസ്റ്റിനെ നമ്മുടെ ആക്ച്വൽ സെർവറിലോട്ട് ബാക്കിലോട്ട് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതാണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഗോലാങ് ആപ്ലിക്കേഷനെ ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പല മെത്തേഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ഡോക്കർ ഉപയോഗിച്ച് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും, കുബർനെറ്റിസ് ഉപയോഗിച്ച് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സെർവറിൽ എന്താ പറയുക, ഒരു ഉബുണ്ടുവിൻ്റെ ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്തിട്ട് സർവീസ് വഴി ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഫോളോ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്, ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഡിജിറ്റലോഷൻ്റെ ഓൾറെഡി അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ ഉണ്ട്. പക്ഷേ ഞാൻ ഈ ട്യൂട്ടോറിയൽ അങ്ങനെ തന്നെയല്ല യൂസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് എൻ്റെ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടായിരിക്കും. അപ്പോൾ ഇതിലിവർ ജിന്നല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ബേസിക് HTTP റൗട്ടർ ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിനെ റൺ ചെയ്യുകയാണ്. നമ്മൾ അതേപോലെ തന്നെ അതിനാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യുക സെർവറിലോട്ട്. ദെൻ അവിടെ കോഡ് ഞാൻ ആക്ച്വലി ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. കോഡ് നമ്മൾ ആദ്യം കിടത്തിരുന്ന ലൊക്കേഷൻ ഹോം ഫോൾഡർ ആയിരുന്നു. ഹോം ഫോൾഡറിൽ നിന്ന് ഞാൻ അതിനെ മൂവ് ചെയ്തത് /var/ww എന്നുള്ള ലൊക്കേഷനിലോട്ട് മൂവ് ചെയ്തു. cd/var. ദെൻ നമുക്ക് Nginx ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ww ഫോൾഡർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് വന്നത്. അതിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിൽ ഓക്കെ, ഇതിൽ നമ്മുടെ skills-map എന്ന് പറഞ്ഞ ഫോൾഡർ അവൈലബിൾ ആണ്. കാരണം ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത റൂട്ട് ഫോൾഡറിലാണ്. അപ്പോൾ അത് ആ ഒരു ഫോൾഡറിനെ ആക്സസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ അതിന് എക്സ്ട്രാ പെർമിഷൻ കൊടുക്കണം. അതുകൊണ്ട് അത് ഡയറക്റ്റ്ലി /var മൂവ് ചെയ്തു. ദെൻ നമുക്ക് സ്കിൽ ഫോൾഡറിൽ പോവാം. അതുകൊണ്ട് ഗോ നമുക്ക് ബിൽഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഗോ സ്പേസ് ബിൽഡ് ദെൻ main.go. ഓക്കെ, ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കൊരു പുതിയൊരു ഫയലും കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്തു, മെയിൻ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ ബിൽഡ് ഫയൽ, എക്സിക്യൂട്ടബിൾ ബൈനറി ഫയലാണ്. -al ടൈപ്പ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഫയൽ മെമ്മറി എല്ലാം കാണാൻ പറ്റും. ഏകദേശം ഒരു 10 MB ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പെർമിഷൻസ് അലൗ ചെയ്യണം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിന് ഓൾറെഡി എക്സിക്യൂട്ടബിൾ പെർമിഷൻ ഇതിനുണ്ട്. ഓക്കെ, ഈ പെർമിഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് chmod എന്ന് പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് അതിന് പെർമിഷൻ കൊടുക്കാൻ പറ്റും. chmod. ദെൻ നമ്മുടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പെർമിഷൻ 777 എന്ന് പറഞ്ഞാൽ മാക്സിമം പെർമിഷനാണ്. എല്ലാ യൂസേഴ്സിനും എല്ലാ ഗ്രൂപ്പിനും റീഡ് റൈറ്റ് ആൻഡ് എക്സിക്യൂട്ടബിൾ പെർമിഷൻ കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് റിക്വയർഡ് പെർമിഷൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അതിന് ആ പെർമിഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ എനിക്ക് ഓൾറെഡി എക്സിക്യൂട്ടബിൾ പെർമിഷൻ, അതാണ് ഈ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വരുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് എക്സിക്യൂട്ടബിൾ ആണ്. ഫസ്റ്റ് യൂസർ. ദെൻ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. ആ ഫയൽ എന്ന് പറയുന്നത് cd/etc then systemd then system. ഓക്കെ, ഇതാണ് നമ്മുടെ ഉബുണ്ടുവിൻ്റെ സർവീസ് ഫയൽസ് കീപ്പ് ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഒരു സർവീസായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫയലിൻ്റെ പേര് ഞാനോ then skill map .service. എല്ലാ സർവീസ് ഫയലും എൻഡ് ചെയ്യേണ്ടത് .serviceലായിരിക്കണം. ഓക്കെ,
നാനോ സ്കിൽ മാപ്പ് ഡോട്ട് സർവീസ്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ഇൻഫോർമേഷൻസ് കോപ്പി പേസ്റ്റ് ചെയ്യണം. ഞാൻ ഈ ഒരു ഫയൽ ഞാൻ നമ്മുടെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററിയിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് യൂസ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കി ഡിജിറ്റൽ ഓഷൻ ട്യൂട്ടോറിയലിലുണ്ട്, സെയിം സാധനം തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് സ്കിൽ മാപ്പ്, ദെൻ നെയിം, ദെൻ അതിന് നമ്മൾ എക്സിക്യൂഷൻ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ എക്സിക്യൂഷൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് /var/ww/skill map skill-map, അതാണ് നമ്മുടെ ഗിറ്റ്ഹബ് റെപ്പോസിറ്ററി. ദെൻ മെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ അഥവാ എക്സിക്യൂട്ടബിൾ ബൈനറി ആണ്. അത് മെയിൻ തന്നെയാണ് പേര്. അപ്പോൾ അത് നമ്മൾ കോപ്പി ചെയ്തു, സെയിം തന്നെ നമ്മൾ കൊടുത്തു. ഇതെടുത്ത് കോപ്പി ചെയ്യുക. നമുക്ക് നമ്മുടെ സെർവറിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സെർവർ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് വരണം. നമുക്ക് മാനുവലി പോയിട്ട് ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്യണം. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. സർവീസായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണം. ഓക്കെ, XY. ഓക്കെ, നമുക്കിപ്പോൾ ഒരു സർവീസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്കിൽ മാപ്പ്. ഓക്കെ, നമുക്കിവിടെ സ്കിൽ മാപ്പ് സർവീസ് അവൈലബിൾ ആണ്. നമുക്കിനി ഇത് റൺ ചെയ്യണം. റൺ ചെയ്യാനായിട്ട് സർവീസ്, ദെൻ സ്കിൽ മാപ്പ് ഡോട്ട് സർവീസ് സ്റ്റാർട്ട്. ഓക്കെ, സ്കിൽ മാപ്സ് അവൈലബിൾ അല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് സർവീസ് റിമൂവ് ചെയ്യണം. ഓക്കെ, സോറി ഗൈസ്, ഡോട്ട് സർവീസിൻ്റെ ആവശ്യമില്ല. സർവീസ് സ്കിൽ മാപ്പ് സ്റ്റാർട്ട് അത്ര മതി. ഇപ്പോൾ ഇതിപ്പോൾ ഒരു സർവീസായിട്ട് റൺ ചെയ്യണം. നമ്മുടെ ഗോ ആപ്ലിക്കേഷൻ സർവീസായിട്ടാണ് ഇപ്പോൾ സർവീസായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യണം. നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് സർവീസ് സ്കിൽ മാപ്പ് ദെൻ സ്റ്റാറ്റസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. /get. ഇത് നമ്മൾ നോർമലി നേരത്തെ റൺ ചെയ്ത പോലെ തന്നെ ഇവിടെ റൺ ചെയ്തേക്കാണ്. അതിൻ്റെ ലോഗ്സ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, നമ്മൾ ഇതിനെപ്പറ്റി അതിന് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി റൺ ചെയ്തോളും. നമ്മളിതിനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മളിതിന് ഇടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ചേഞ്ചസ് വരുത്തിയിട്ട് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചേഞ്ചസ് രണ്ടാമത് ഇതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യണമല്ലോ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സർവീസ് റീസ്റ്റാർട്ട്, ദെൻ സർവീസ് സ്കിൽ മാപ്പ് റീസ്റ്റാർട്ട്. സോ എന്ത് പറ്റും? ആ സർവീസ് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യും. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ ബൈനറി ഫയൽ എടുക്കും. അപ്പോൾ നമ്മൾ ഡെവോപ്സ് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യും. പക്ഷേ ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബ്രൗസറിലോട്ട് പോകാം. ബ്രൗസറിൽ ചെന്ന് കഴിയുമ്പോൾ ബിൽഡ് ഫ്രം സീറോ നമ്മൾ ഓക്കെ, സ്കിൽസ് ഡോട്ട് ബിൽഡ് ഫ്രം സീറോയിൽ നേരത്തെ തന്നെ എൻജിനെക്സ് അവൈലബിൾ ആണ്. ഇനി അതിൽ പോർട്ട് 8080 നമുക്ക് 8080 നമുക്കിത് റണ്ണിങ് ആണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ഗോ റൺ main.go കൊടുത്തിട്ടില്ല, സർവീസ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കത് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലോട്ടാണ് പോകുന്നത്. ഇതുവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം കണക്ഷൻ കട്ടായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് ആ ഒരു പാർട്ട് ഒന്നും കൂടി കാണാം. ഓക്കെ, നമ്മളിനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പോകുന്നത് എൻജിനെക്സ് ആയിട്ട് നമ്മുടെ ഗോലാങ് ആപ്ലിക്കേഷനെ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് എൻജിനെക്സിനെ റിവേഴ്സ് പ്രോക്സി ആയിട്ട് കോൺഫിഗർ ചെയ്യും. സോ ഫസ്റ്റ് വേണം റിക്വസ്റ്റ് എൻജിനെക്സിൽ ഹിറ്റ് ചെയ്യും, ദെൻ ഗോലാങ് ആപ്ലിക്കേഷൻ ആസ് എ സർവീസിലോട്ട് റൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഡിജിറ്റൽ ഓഷൻ്റെ എക്സാമ്പിളിൽ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എനിക്ക് ഈ ഒരു പാർട്ട് മാത്രം മതി. ഞാനപ്പോൾ അത് മാത്രമാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പക്ഷേ വേണമെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ സെർവറിലോട്ട് ലോഗിൻ ചെയ്യാൻ. ഞാൻ ഓൾറെഡി ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എൻജിനെക്സിൻ്റെ ഇപ്പോഴത്തെ കോൺഫിഗറേഷൻ എന്താണെന്ന് നോക്കാം. അത് എൻജിനെക്സ് കോൺഫിഗറേഷൻ എല്ലാനും /etc ഇരിക്കുന്നത് എൻജിനെക്സ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ നമുക്ക് ഒരുപാട് സൈറ്റ് അവൈലബിൾസും ഉണ്ട്, സൈറ്റ് എനേബിൾഡും ഉണ്ട്. ഓക്കെ, സോ സൈറ്റ് അവൈലബിൾഡിലാണ് നമ്മളെപ്പോഴും പുതിയ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ പുതിയ വെബ് ആപ്ലിക്കേഷൻ ബാക്ക് എൻഡ് ആണെങ്കിലും ഫ്രണ്ട് എൻഡ് ആണെങ്കിലും നമ്മൾ അവിടെയാണ് അത് കോൺഫിഗർ ചെയ്യുന്നത്. ദെൻ അതിനെ സൈറ്റ് എനേബിളിലോട്ട് ഹൈപ്പർ ലിങ്ക് അഥവാ ലിങ്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ,
നമുക്കിപ്പോൾ സൈറ്റ് അവൈലബിൾ എന്താണുള്ളതെന്ന് നോക്കാം. സൈറ്റ് അവൈലബിൾ അതിൽ ഓൾറെഡി ഒരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞൊരു കോൺഫിഗറേഷൻ ഉണ്ട്. നമ്മളെപ്പോൾ എൻജിനിക്സ് ഇൻസ്റ്റാൾ ചെയ്താലും ബൈ ഡിഫോൾട്ടായിട്ട് അതിലൊരു കോൺഫിഗറേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഞാൻ ഈ 8080 കൊടുത്തില്ലെങ്കിൽ നമുക്കിവിടെ എൻജിനിക്സ് എന്ന് വരുന്നില്ലേ, ഇത് ആക്ച്വലി അവിടെ നിന്നാണ് വരുന്നത്. ആ ഒരു കോൺഫിഗറേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. നമുക്ക് അതൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഞാനോ ഡിഫോൾട്ട്, ഓക്കെ, ഇതിൽ ഒരുപാട് കോൺഫിഗറേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിഫോൾട്ട് സെർവർ എന്ന് കൊടുത്തതാണ്. ഈ ഒരു കോൺഫിഗറേഷൻ ആണ് നമ്മളത് ഡിഫോൾട്ട് സെർവറായിട്ട് കോൺഫിഗർ ചെയ്യുന്നത്. പോർട്ട് 80 അത് റിക്വസ്റ്റ് വരുമ്പോൾ ഹിറ്റ് ചെയ്യുമ്പോൾ അത് വരാൻ കാരണം അതാണ്. ദെൻ ഇവിടെ റൂട്ട് /var www.html, അതായത് HTML www.html എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോൾഡറിലുള്ള index.html സെർവ് ചെയ്യും. അതാണ് നമ്മൾ ഇൻഡെക്സ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈ നോർമൽ വർക്കിംഗ്. പക്ഷെ ഞാനിവിടെ ചെറിയ ചേഞ്ചസ് വരുത്താൻ പോവാണ്. ഫുൾ ഫയൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വേണ്ട ചേഞ്ച്, നമുക്ക് വരുത്തേണ്ട ചേഞ്ച്, ഒരേ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ലൊക്കേഷനിലാണ്, ലൊക്കേഷൻ /ലാണ് ആ ചേഞ്ച് വരുത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ പ്രോക്സി പാസ് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെൻ്റ് ആണ് എൻജിനിക്സിൽ കൊടുക്കാൻ പോകുന്നത്. അത് ഓൾറെഡി ഈ എക്സാമ്പിൾ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ കിടക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ട്രൈ ഫയൽസ് ആണ്. ട്രൈ ഫയൽസ് എന്ന് പറയുന്നത് അതിലുള്ള ഫയൽ ആദ്യം തന്നെ ചെക്ക് ചെയ്ത് നോക്കും. അതായത് നമ്മുടെ റിക്വസ്റ്റ് /example.html എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ /example.html എന്ന് പറഞ്ഞത് ആ ഫോൾഡറിൽ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. അതാണ് നമ്മുടെ ഇവിടെ കൊടുത്തത്. അതല്ല ഒരു നോർമൽ ലൊക്കേഷൻ ആണെന്ന് വിചാരിക്കുക, /login എന്നാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ /login/ എന്ന് പറഞ്ഞ സാധനം, ആ ഒരു എൻഡ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. അതില്ലെങ്കിൽ 404 റിട്ടേൺ ചെയ്യും. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണം. ഞാനിത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട കോൺഫിഗറേഷൻ അവിടെ ആഡ് ചെയ്യണം. നമ്മളിപ്പോൾ ഇതാണ് പ്രോക്സി പാസ് കോപ്പി ചെയ്യുക ഇവിടെ നിന്ന്. then അതവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ആവശ്യമില്ല, ഇവിടെ ട്രൈ ഫയൽസിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാനത് കമൻറ്റ് ചെയ്യാണ്. ഓക്കെ, ദെൻ നമുക്ക് 80 നമ്മുടെ പോർട്ട് 8080 ആണ്. അപ്പോൾ അതൊന്ന് റീകോൺഫിഗർ ചെയ്യണം. ഇവിടെ ലോക്കൽ ഹോസ്റ്റ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സെർവറിൻ്റെ ഒരു ലോക്കൽ ഹോസ്റ്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മുടെ ലോക്കൽ കമ്പ്യൂട്ടർ അല്ല. ഇത് സെർവറിനെ സംബന്ധിച്ചിടത്തോളം സെർവറിൻ്റെ ഒരു ലോക്കൽ ഹോസ്റ്റ് പോർട്ട് 8080 അതുകൊണ്ടാണ് അത് അവിടെ കൊടുത്തേക്കുന്നത്. അതിന് അത്രേ ഉള്ളൂ. സേവ് ചെയ്യുക. ഓക്കെ, ദെൻ നമുക്കിനി എൻജിനിക്സ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് സർവീസ് എൻജിനിക്സ് റീസ്റ്റാർട്ട്. ഓക്കെ, നമുക്കിനി എന്താ സംഭവിച്ചതെന്ന് നോക്കാം. ഇതായിരുന്നു നമ്മുടെ തൊട്ട് മുമ്പത്തെ കോൺഫിഗറേഷൻ. ഞാനത് റീലോഡ് ചെയ്തു. ഇപ്പം നിങ്ങൾ കണ്ട skills.buildfromzero.com നമ്മൾ /അല്ല :8080 നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ /login എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു APIയും കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഗോലാങ്ങിനെ എങ്ങനെ നമ്മളിപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് ഒരു ഗോലാങ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു. അത് എങ്ങനെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടൂൾസ് എങ്ങനെയാണെന്ന് പരിചയപ്പെട്ടു. അതെങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് പഠിച്ചു. then അതിൽ ആഡ് ഓൺ ആയിട്ട് ഞാൻ ചെയ്തേക്കുന്നത് സെർവർ കോൺഫിഗറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഒരു ഫുൾ ഇത് നമ്മുടെ ആക്ച്വലി ഈ വീഡിയോ അതിനെ പറ്റിയുള്ള വീഡിയോ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഇനി അതിൻ്റെ കുറച്ചും കൂടി കൂടുതൽ ഡെപ്തിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലോങ് ആയിപ്പോകും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ ലാസ്റ്റ്ലി നമ്മുടെ സ്ക്രം ബോർഡിലോട്ട് വരികയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ടാസ്കും ഫിനിഷ് ആയിട്ടുണ്ട്, ഇനിഷ്യൽ ഡിപ്ലോയ്മെൻറ്റ് ഒഴിച്ച്. അപ്പോൾ അതും ഞാനിപ്പോൾ ഫിനിഷ് ചെയ്തതുകൊണ്ട് ഞാൻ അതിനെ ഡണ്ണിലോട്ട് ആക്കുകയാണ്. സോ റിവ്യൂ ദെൻ ഡൺ.
സോ ഇതാണ് നമ്മുടെ സ്പ്രിന്റിന്റെ ഒരു വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ മാത്രമാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്കിവിടെ മൾട്ടിപ്പിൾ ടാസ്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും, വേറെ ആൾക്കാർ വേറെ ഡെവലപ്പേഴ്സ് വർക്ക് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ദെൻ സ്പ്രിന്റ് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിതിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത് റെട്രോസ്പെക്റ്റീവ് എന്ന് പറയും. റെട്രോസ്പെക്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം അത് കുറച്ചും കൂടി പ്രൊജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആണ്. സോ ഗൈസ്, നമ്മളിപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരുടെയും കുറേ ഫീഡ്ബാക്സ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, ഡിപ്ലോയ്മെൻറ്റും അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ് കാര്യങ്ങളെല്ലാം. സോ ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ അത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഞാനപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യുക. Then please subscribe the channel and share it with your friends. See you in the next video. Next video നമ്മൾ ജിന്നിൻ്റെ മെയിൻ അടുത്ത ഫീച്ചേഴ്സ് ആയിരിക്കും ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. So see you in the next video.